വീസത്തോടങ്ങിനാലും വീസെല്ലാം പേരെന്നും കൊട്ടൂരമ്മ ഹായ്, പ്രൈസ് ഗോഡ്. കർത്താവിൽ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും വന്ദനം. ICF-ലെ പ്രിയപ്പെട്ടവർക്ക് വന്ദനം. താങ്ക് യു once again. എനിവേ, ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ ധാരാളമായി കർത്താവ് ചൊരിയട്ടെ. ലെറ്റ് ദ പീപ്പിൾ ജോയിൻ. നമുക്ക് ആരംഭിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചു വരുന്ന ആ പഠനത്തിൻ്റെ ആ ബൈബിൾ സ്റ്റഡിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് നമ്മൾ നിൽക്കുന്നത്. അതായത് ഹെവൻ ഇൻവേഴ്സ് എർത്ത് എന്ന് പറയുന്ന സാഗരസമമായ വിഷയം. ഞാനിത് വെറുതെ പറയുകയല്ല, നമുക്കൊരിക്കലും എക്സ്പ്ലെയിൻ ചെയ്ത് തീർക്കാൻ പറ്റാത്ത നിലയിൽ വളരെ ബൃഹത്തായ ഒരു പഠന വിഷയമാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. ശാന്തമായി ദൈവം നിങ്ങൾക്ക് നൽകുന്ന കൃപയ്ക്കൊത്തോണം ഇതിനെ ഫോളോ ചെയ്യുകയും ശ്രദ്ധിക്കുകയും ചെയ്യുക. നിങ്ങൾ ഒരുപക്ഷെ ഇന്ന് നിങ്ങൾ ഫ്രീ ആണെങ്കിൽ നിശ്ചയമായിട്ടും ഇതിൻ്റെ അവസാനം വരെ കേൾക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. നിങ്ങളുടെ കാര്യങ്ങളിൽ ബൈബിളോ നോട്ട്ബുക്കോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളെ നോട്ട് ചെയ്യാനും അവസരമുണ്ട്. നമുക്കൊരു ബൈബിൾ സ്റ്റഡി പോലെ പോകുന്നതുകൊണ്ട് വിലയേറിയ വളരെ വളരെ പ്രഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വെറുതെ ഒരു ലൈവ് ഇട്ട് നമ്മുടെ സമയം, നിങ്ങളുടെ വിലപ്പെട്ട സമയത്തെ ഞാൻ ഒരിക്കലും വേസ്റ്റ് ആക്കത്തില്ല. നിങ്ങൾക്കും നിശ്ചയമായിട്ടും പ്രയോജനമായിരിക്കണം. അതുകൊണ്ടാണ് ശാന്തമായിട്ട് ഈ തിരുവെഴുത്തുകളെ ആഴമായിട്ട് പറയാനായിട്ട് ഞാൻ ശ്രമിക്കുന്നത്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹെവൻ ഇൻവേഴ്സ് എർത്ത് എന്ന ഈ ചിന്തയുടെ ഫണ്ടമെൻ്റൽ ബേസിക് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ ഞാൻ പറഞ്ഞല്ലോ, ആ വലിയ സബ്ജക്റ്റിൻ്റെ ആദ്യത്തെ പോർഷനിലെ ഇൻട്രൊഡക്ഷൻ പാർട്ടിനകത്ത് ഒരു പ്രധാന സവിശേഷമായ 2 പദങ്ങളാണ് നമ്മൾ വിശദീകരിക്കുവാനായിട്ട് എടുത്തത്. ഒന്ന്, നമുക്ക് നേരത്തെ കഴിഞ്ഞ 4 എപ്പിസോഡുകൾ കഴിഞ്ഞു ഓൾറെഡി. വാട്ട് ഈസ് ദ വേൾഡ് ആൻഡ് വാട്ട് ഈസ് ദി എർത്ത്. ഈ 2 വിഷയങ്ങളും നമ്മൾ നിശ്ചയമായിട്ടും പഠിക്കണം. ഇത് നിർബന്ധമായിട്ട് നമ്മുടെ അടിസ്ഥാനപരമായ അറിവുകളിൽ അത് വയ്ക്കുകയും വേണം. ലോകത്തെ സ്നേഹിച്ചു, ദൈവം തൻ്റെ പുത്രനെ നൽകി ലോകത്തെ സ്നേഹിച്ചു, ലോകത്തെ വീണ്ടെടുത്തു, വേൾഡ് സിസ്റ്റത്തെ വീണ്ടെടുത്തു. ദൈവത്തിനറിയാം, ഈ സിസ്റ്റം മൊത്തം വീണ്ടെടുക്കപ്പെട്ടാൽ, ഈ സിസ്റ്റം മുഴുവൻ തിരികെ വന്നാൽ നിശ്ചയമായിട്ടും മനുഷ്യജാതിക്ക് അത് ബെനിഫിറ്റാണ്. മനുഷ്യൻ ദൈവം ഉദ്ദേശിക്കുന്ന ദൈവിക പദ്ധതിയിലേക്ക് തിരികെ പോകുമെന്ന് നല്ല ബോധ്യം കർത്താവിനുണ്ട്. അതുകൊണ്ട് ദൈവം ഓരോ വ്യക്തികളിലേക്ക് ഇൻഡിവിജ്വലി രക്ഷിക്കുക എന്നതല്ല ദൈവത്തിൻ്റെ പദ്ധതി. ദൈവരാജ്യം ദൈവം സ്ഥാപിക്കുന്നത്, ഞാൻ ഈ പറയുന്ന പോയിൻറ്റ്സ് വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ഓരോ വ്യക്തികളെ റീച്ച് ചെയ്ത് ഓരോ ആളുകളെ കണ്ടെത്തി അവരിലേക്ക് ഈ രാജ്യം പകർന്ന് അവരിലേക്ക് ഇങ്ങനെ ഓരോരുത്തരെ നേടി ഒടുവിൽ രാജ്യത്തെ സ്ഥാപിക്കുക എന്ന പദ്ധതി അല്ല കർത്താവിൻ്റെ സന്നിധിയിലെ പദ്ധതി. കാരണം നമ്മുടെ പൊതുവായിട്ടുള്ള ഒരു ആപ്തവാക്യം, ക്രൈസ്തവ ലോകത്തൊരു ആപ്തവാക്യം, റീച്ച് വൺ അറ്റ് എ ടൈം, ഒരാളെ ഒരു സമയത്ത് നേടുക. റീച്ചിങ് പീപ്പിൾ, ജനങ്ങളെ നേടുക, അല്ലെങ്കിൽ വിന്നിങ് സോൾസ്. ഈ പദങ്ങളൊക്കെ വളരെ പ്രാധാന്യം അർഹിക്കും. എസ്പെഷ്യലി നമ്മുടെ ചർച്ചിൻ്റെ ഇവാഞ്ചലിക്കൽ ബോർഡിൽ വളരെ പ്രചാരണം നേടിയ, അല്ലെങ്കിൽ മോസ്റ്റ് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടേംസാണ്, ഒരു പദപ്രയോഗമാണ് വിന്നിങ് സോൾസ്, ആത്മാക്കളെ നേടുക. വിന്നിങ് സോൾ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട പദപ്രയോഗമാണ്. റീച്ചിങ് പീപ്പിൾ, ജനങ്ങളെ എങ്ങനെ വല്ലവിധേനെ രക്ഷിക്കുക. പക്ഷെ ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരിക്കലും ഓരോ ആളിനെ കണ്ടെത്തി ഓരോ ആളുടെ പുറത്ത് ഇങ്ങനെ ഈ വാക്സിൻ കൊടുക്കുക എന്നതല്ല ദൈവത്തിൻ്റെ പദ്ധതി. ദൈവരാജ്യത്തിൻ്റെ പദ്ധതിയും അതല്ല. ദൈവരാജ്യത്തിൻ്റെ പദ്ധതി ചേഞ്ച് ചെയ്യുക. ആ സിസ്റ്റത്തെ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഹിതത്തിനപ്പുറത്ത് ദൈവത്തിൻ്റെ നിയമം, ദൈവം വച്ചിരിക്കുന്നതായ ആ സ്റ്റാൻഡേർഡിനും ലീഗ് സ്റ്റാൻഡേർഡിൻ്റെ താഴെയുള്ളതിനെ ഉയർത്തുക. ആ താഴ്ന്നിരിക്കുന്നതിനെ ഉയർത്തുക, ഉയർന്നിരിക്കുന്നതിനെ താഴ്ത്തുക. അതിനെ ഒരു ഹെവൻലി സിസ്റ്റത്തിൻ്റെ ആ റലത്തിൽ, ആ സ്റ്റാൻഡേർഡിലേക്ക് കൊണ്ടുവന്നിട്ട് അതിനകത്തിരിക്കുന്ന ജനം ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആവുക. അതായത് വ്യക്തികളിലൂടെ സമൂഹത്തെ മാറ്റുന്നതിന് പകരം
സമൂഹത്തെ ചേഞ്ച് ചെയ്യാനായിട്ട് അവൻ തൻ്റെ സഭയെ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞ സഭയുടെ ലക്ഷ്യം, ഇത് ഞാൻ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സഭയുടെ ലക്ഷ്യം ലോകത്തിലെ ഓരോ ഇൻഡിവിജ്വൽ ആളുകളെ, ഓരോ വ്യക്തികളെ കർത്താവിലേക്ക് നയിക്കുക എന്നതല്ല സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഓരോ വ്യക്തികൾ സഭ പോയി ഔട്ട്റീച്ച് ചെയ്യുക, ഓരോ വീടുകൾ കയറി ഇറങ്ങുക, ഓരോരുത്തരെ നേടുക, ഇങ്ങനെ നേടി ഇങ്ങനെ അങ്ങനല്ല. അങ്ങനെ കൊണ്ട് ഒരു കാലത്ത് നമുക്ക് ഈ ലോകത്തെ നേടാൻ പറ്റില്ല, ഇമ്പോസിബിളാണ്. കാരണം നമ്മൾ ഒരാളെ റീച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഒരാളെ നേടാൻ ചിലപ്പം ദിവസങ്ങളാണ് എടുക്കുന്നത്. ആ സമയത്ത് തന്നെ ഭൂമിയിൽ ഇങ്ങനെ ജനങ്ങൾ പെരുകുന്നു, ഒരു സൈഡിൽ ആളുകൾ മരിക്കും. മരണനിരക്കും ജനനനിരക്കും വളരെ ഉയർന്നിരിക്കുന്ന ഒരു കാലത്ത് ഈ സമയത്ത് നമുക്ക് എങ്ങനെയാണ് ഇൻഡിവിജ്വലി പോയി ആളുകളെ നേടാൻ പറ്റുന്നത്, വ്യക്തികളെ നേടാൻ പറ്റുക? ഓരോ വീടുകളിൽ കയറുക, ട്രാക്ട് കൊടുക്കുക, ആളോട് സുവിശേഷം പറയുക? അങ്ങനല്ല ദൈവത്തിൻ്റെ പദ്ധതി. ദൈവത്തിൻ്റെ മാസ് പദ്ധതിയാണ്. ദൈവരാജ്യത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്ന മാസാണ്. അതിനനുസരിച്ച് സഭ സജ്ജമാകുക, അതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന്. സഭയെ സജ്ജമാക്കുക. എന്താണ് സഭയെ സജ്ജമാക്കുക എന്ന് പറഞ്ഞാൽ? സഭയെ, സൊസൈറ്റിയെ മാറ്റാൻ, വേൾഡ് സിസ്റ്റത്തെ മാറ്റാൻ, സമുദായത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ സംവിധാനങ്ങളെ മാറ്റാൻ, അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളെ മാറ്റാൻ, എന്തൊക്കെ കാര്യങ്ങളാണോ ഈ സമൂഹത്തെ, ഈ സിസ്റ്റത്തെ, ഈ സംവിധാനത്തെ ഡോമിനേറ്റ് ചെയ്യുന്നത്, അവിടേക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ജെന്യൂനായിട്ടുള്ള കിങ്ഡം സിറ്റിസൺസിനെ, സൺസ് ഓഫ് ഗോഡിനെ, ഇത് നിങ്ങൾ കേൾക്കണം, സൺസ് ഓഫ് ഗോഡിനെ, ദൈവപുത്രന്മാരെ അവിടെ കൊണ്ട് പ്ലാൻ ചെയ്യണം. അതാണ് ചർച്ചിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ചർച്ചിൻ്റെ അജണ്ട അതായിരിക്കണം. ചർച്ചിൻ്റെ അജണ്ട ഇന്ത്യയെ നേടുക, അമേരിക്കയെ നേടുക, യൂറോപ്പിനെ നേടുക, ആഫ്രിക്ക, ഇങ്ങനെ രാജ്യങ്ങളെ നേടുക എന്നുള്ള ചിന്ത വിടുക. അത് തെറ്റാണ്. ചർച്ചിൻ്റെ അജണ്ട നിശ്ചയമായിട്ടും ഈ സംവിധാനത്തെ തൊടുക, അല്ലെങ്കിൽ ഈ ഇൻഫ്ലുവൻസിങ്, ലോകത്തെ ഏത് മേഖലയാണോ ഭരിക്കപ്പെടുന്നത്. ഞാൻ ഇന്നലെ ആ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളോട് പറഞ്ഞു. ആരാണോ വേൾഡിനെ റൂൾ ചെയ്യുന്നത് അവരാണ് എർത്തിനെ റൂൾ ചെയ്യുന്നത്. ഹൂ എവർ റൂൾ ദ എർത്ത്. ഞാൻ ആ പദം ഇങ്ങനെയാണ് പറഞ്ഞത്, ഹൂ എവർ കൺട്രോൾസ് ദ വേൾഡ് കൺട്രോൾ ദ എർത്ത്. ആരാണോ എർത്തിനെ കൺട്രോൾ ചെയ്യുന്നത് അവരാണ് ഭൂമിയെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പം ഭൂമിയുടെ കൺട്രോൾ, എർത്തിൻ്റെ കൺട്രോൾ, ഭൂമിയുടെ കൺട്രോൾ വേൾഡിനെ കൺട്രോൾ ചെയ്യുന്നവരുടെ കയ്യിലാണ്. അപ്പം സൺസ് ഓഫ് ഗോഡ് എത്തേണ്ടത്, സുവിശേഷം എത്തേണ്ടത്, കിങ്ഡം ഓഫ് ഗോഡിൻ്റെ ഇൻഫ്ലുവൻസ് എത്തേണ്ടത് ഈ വേൾഡിലാണ്, വേൾഡ് സിസ്റ്റത്തിലാണ്. സോ അവിടെയാണ് നമ്മൾ സൺസ് ഓഫ് ഗോഡിനെ പ്ലാൻ ചെയ്യേണ്ടത്. അവിടെയാണ് സൺസ് ഓഫ് ഗോഡ് വളരേണ്ടത്. അതിനനുസരിച്ചുള്ള ഹൈ ക്വാളിറ്റിയുള്ള, അതിനകത്ത് ഈ മതത്തിൻ്റെ ആളുകളെയല്ല, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള പെർഫെക്റ്റ് റെവലേഷനുള്ള പുത്രത്വത്തെ വെളിപ്പെടുത്തുന്ന ദൈവപുത്രന്മാരെ അവിടെ കൊണ്ടുവന്ന് പ്ലാൻ ചെയ്യുക. അതാണ് കർത്താവിൻ്റെ ചർച്ചിൻ്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് ചർച്ചിനെ കുറിച്ച് പറയുന്നത്, യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. ഞാൻ അതിനെക്കുറിച്ച് കുറച്ചും കൂടെ വിശദീകരിക്കും. ലൈറ്റ് ഓഫ് ദ വേൾഡ്. നിങ്ങൾ ഭൂമിയുടെ, ലോകത്തിൻ്റെ വെളിച്ചമാകും. നിങ്ങളത് ശ്രദ്ധിക്കണം, ലോകത്തിൻ്റെ വെളിച്ചമാകും. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. രണ്ട് പദങ്ങളാണ്. ലോകത്തിൻ്റെ വെളിച്ചവും ഭൂമിയുടെ ഉപ്പുമാണ്. ലോകത്തിൻ്റെ വെളിച്ചമാണ്. അപ്പം ലോകത്തിന് നിങ്ങൾ അറിവാണ്. ലോകം മുഴുവൻ കൺഫ്യൂഷനിലാണ്. ഇന്ന് ലോകം പ്രത്യേകിച്ച് എല്ലായിടവും കൺഫ്യൂഷനാണ്. ആൻസർ ഇല്ലാത്ത ആയിരക്കണക്കിന് ക്വസ്റ്റ്യൻസാണ് മനുഷ്യരാശി. അതിന് മറുപടി കൊടുക്കാൻ ഇവിടുത്തെ സയൻസിന് പറ്റുന്നില്ല, പൊളിറ്റിക്സിന് പറ്റുന്നില്ല, സമൂഹങ്ങൾക്ക് പറ്റുന്നില്ല, സാമുദായിക സംഘടനകൾക്ക് പറ്റുന്നില്ല, മതപ്രബോധനങ്ങൾക്ക് പറ്റുന്നില്ല. ഇതൊന്നും മനുഷ്യൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ പറ്റുന്നില്ല. ആൻസർ ഇല്ലാത്ത ആയിരക്കണക്കിന് ചോദ്യങ്ങളിലാണ് മനുഷ്യൻ. അതുകൊണ്ടാണ് റിലീജിയനിൽ മനുഷ്യനായിരിക്കുന്നത്. റിലീജിയൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സെർച്ചിങ് ആണ്. റിലീജിയൻ എന്ന് പറഞ്ഞാൽ മതം എപ്പോഴും അന്വേഷണമാണ്. എല്ലാ മതങ്ങളിലും അന്വേഷിക്കുകയാണ്. ഒരു ഹൈന്ദവ സന്യാസിയോടോ ഒരു ഹൈന്ദവ ഭക്തനോട് ചോദിച്ചാൽ പറയാം, അന്വേഷിക്കുകയാണ്, മോക്ഷത്തെ അന്വേഷിക്കുകയാണ്, ബ്രഹ്മത്തെ അന്വേഷിക്കുകയാണ്. എല്ലാവരും, എല്ലാ മതങ്ങളും സെർച്ചിങ് ആണ്, റിസർച്ചാണ്. സെർച്ചിങ് ഫോർ സംതിങ് സൂപ്പർ നാച്ചുറൽ. ബട്ട് ദേ കുഡ് നോട്ട് ഫൈൻഡ് ദ ട്രൂ ആൻസർ ഫ്രം ദെയർ റിലീജിയസ് സിസ്റ്റം. കാരണം ജീസസ് സെഡ്, ഐ ആം ദ ട്രൂത്ത്. ഐ ആം ദ ട്രൂത്ത് മീൻസ് നിങ്ങൾ ലോകത്തിൽ എന്തൊക്കെയാണ് അന്വേഷിക്കുന്നത് അത് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല. കാരണം നിങ്ങൾ അന്വേഷിക്കുന്ന സത്യം ഞാനാണ്. ജീസസ് ക്രൈസ്റ്റ് ഐ ആം എ ട്രൂത്ത് എന്നല്ല പറഞ്ഞത്, ഐ ആം ദ ട്രൂത്ത്. ഐ ആം ദ ട്രൂത്ത് എന്നാണ്, ഞാനാകുന്നു സത്യം എന്നാണ് പറഞ്ഞത്.
അപ്പം ക്രിസ്തു സത്യമായിട്ട് അവിടെ നിൽക്കുക. ഞാനാകുന്നു സത്യം, ഞാനാകുന്നു ജീവൻ, ഞാനാകുന്നു മാർഗം. ഐ ആം ദ വേ, ഐ ആം ദ ട്രൂത്ത്, ഐ ആം ദ ലൈഫ്. സോ ഇവിടെ നമ്മൾ അറിയേണ്ട കാര്യം, ഹൂ എവർ കൺട്രോൾസ് ദ വേൾഡ് ആൻഡ് ദേ ആർ കൺട്രോളിങ് ദ എർത്ത്. അപ്പം ചർച്ചിൻ്റെ അജണ്ട എന്താണ്? ചർച്ചിൻ്റെ അജണ്ട ഹൈ ക്വാളിറ്റി ഉള്ള സിറ്റിസൺസിനെ രംഗത്ത് കൊണ്ടുവരണം. അപ്പോൾ ആദ്യം നമ്മളിൽ ഇനി നമ്മുടെ യാത്ര പോകേണ്ടത് എങ്ങനെ നമുക്ക് പവർഫുൾ സിറ്റിസൺസിനെ നമ്മുടെ സഭകളിൽ ഉണ്ടാക്കാൻ പറ്റും. ഇതാണ് ലക്ഷ്യം. ഞാൻ ഈ പറയുമ്പോൾ ഇത് വെറുതെ തൽക്കാലത്തെ ഒരു ലൈവ് പ്രോഗ്രാം നടത്താൻ വേണ്ടി പറയുന്ന വെറും ചിന്തകളല്ല. ഞാൻ ഏത് കാര്യത്തിനകത്ത് ഇന്ന് ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നോ ആ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ഫൗണ്ടേഷനിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. ദൈവത്തിൻ്റെ സഭയ്ക്കകത്ത് സ്വർഗത്തിൻ്റെ പൗരന്മാരെ, ഹെവൻ്റെ സിറ്റിസൺസിനെ, അതേ ക്വാളിറ്റിയുള്ള ഹയർ നോളജബിൾ ആയിട്ടുള്ള വേൾഡിലെ ഏതൊരു കാര്യത്തിനും ആൻസർ കൊടുക്കാൻ പറ്റുന്ന ലൈറ്റ് ഓഫ് ദ വേൾഡ് സിസ്റ്റത്തിന് പ്രകാശം കൊടുക്കുന്ന സിറ്റിസൺസിനെ എഴുന്നേൽപ്പിക്കണം. ഇതെങ്ങനെയാണ് പോസിബിൾ ആകുന്നത് എന്നാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഞാൻ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, ഐ വോണ്ട് ടു ടീച്ച് യു അബൌട്ട് വാട്ട് ആർ ദ പ്രീഫിക്സസ് ഓഫ് ദ കിങ്ഡം. ഞാൻ അതിലേക്ക് വരും. അതിനു മുമ്പ് ഞാൻ അതിന് തത്തുല്യമായ അല്ലെങ്കിൽ അതിലേക്ക് പോകേണ്ടതായ ചില മേഖലകളെ കൂടെ ടച്ച് ചെയ്തു പോകാൻ ആഗ്രഹിക്കും. ഞാൻ പറഞ്ഞല്ലോ, ചർച്ചിൻ്റെ എക്ലീഷ്യ എന്ന് പറയുമ്പോൾ തന്നെ ആ പദങ്ങൾ നിങ്ങൾ വീണ്ടും മനസ്സിൽ സൂക്ഷിക്കണം. ഞാനിത് വീണ്ടും പറയുന്നത്, വർഷങ്ങളായിട്ട് സഭ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ വരുന്ന ആരാധിക്കാനും പ്രാർത്ഥിക്കാനും കൂടുന്ന, ദൈവത്തിന് സ്തോത്രം കരറ്റാൻ കൂടുന്ന ഒരു സ്ഥലം അല്ലെങ്കിൽ ജനം, അങ്ങനെ അതാണ് സഭ എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. അല്ല, സഭ എന്ന വാക്കിൻ്റെ ഒറിജിനൽ എക്ലീഷ്യ എന്ന ടേം, ആ പദം ഒരിക്കലും ഒരു റിലീജിയസ് ടേം അല്ല. എക്ലീഷ്യ എന്ന പദം ഒരിക്കലും ഒരു മതത്തിൻ്റെ പദമല്ല. എക്ലീഷ്യ എന്ന പദം ഒരു 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 ലീഗൽ ടേമാണ്. അതൊരു കിങ്ഡം ടേമാണ്. അതൊരു ഗവൺമെൻറ്റൽ ടേമാണ്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് ഗവൺമെൻറ്റൽ ടേമാണ്. സഭ എന്ന് കേൾക്കുമ്പോൾ അതിനകത്തൊരു പ്രീസ്റ്റ് അല്ലെങ്കിൽ ഒരു പാസ്റ്റർ, അതിനകത്ത് കുറച്ച് വിശ്വാസികൾ, കർമ്മങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, റിച്വൽസ്, പ്രാർത്ഥനകൾ, ഇതൊക്കെയല്ലേ നമ്മൾ സഭ എന്ന് കേൾക്കുമ്പോൾ ആദ്യമായിട്ട് ചിന്ത വരുന്നത്. ഈ ചിന്തയിൽ നിന്ന് നമ്മൾ മാറണം. ഈ ചിന്തയിൽ നിന്ന് ഈ കോവിഡ് കാലത്ത് മാറണം. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് ഇതൊന്നും കാണാതെ വീടുകളിലിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് മൈൻഡ് മാറ്റാൻ പറ്റുന്ന സമയമാണ്. നമ്മുടെ ചിന്തകൾക്ക് മാറ്റം വരുത്താൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമയം. കാരണം അല്ലെങ്കിൽ ഒരാളെയും പള്ളിക്കകത്ത് വെച്ച് മാറ്റാൻ പറ്റില്ല. ഇപ്പോൾ നമ്മളെല്ലാവരും ഭവനങ്ങളിലിരിക്കുന്നു. നമ്മുടെ ചിന്താധാരകൾക്ക്, നമ്മുടെ വേ ഓഫ് തിങ്കിങ്ങിന് മാറ്റം വരുത്താൻ പറ്റിയ ഏറ്റവും അസുലഭമായ ഒരു സന്ദർഭത്തിലാണ് നമ്മളായിരിക്കുന്നത്. അപ്പോൾ ചർച്ച് എന്ന് പറയുന്ന ആ ഗവൺമെൻറ് ടീമിലേക്ക് ഞാനൊരു ചർച്ചിൻ്റെ മെമ്പറാണ്. ചർച്ചിൻ്റെ മെമ്പർ എന്ന് പറയുമ്പോൾ എക്ലീഷ്യയുടെ മെമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് സിറ്റിസൺസ് റൂളിംഗ്, അതായത് മഹാരാജാവിൻ്റെ സെനറ്റിലെ ഒരു മെമ്പറാണ് ഞാൻ. സെനറ്റിലെ മെമ്പറാണ്. ദൈവം എന്നെ എൻ്റെ കുടുംബത്തിൽ നിന്ന്, ദേശത്ത് നിന്ന് ദൈവം എന്നെ ചൂസ് ചെയ്തതാണ്. ദൈവം എന്നെ തിരഞ്ഞെടുത്തതാണ്. പിക്കപ്പ് ചെയ്തതാണ്. ചെറി പിക്ക് ചെയ്യുന്നത് പോലെ ദൈവം പിക്ക് ചെയ്തതാണ്. എൻ്റെ കുടുംബത്തിൽ, ദേശത്ത് ഒത്തിരി പേർ, മാന്യന്മാർ, ശ്രേഷ്ഠന്മാർ, വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ എല്ലാവരും ഉണ്ട്. അവരൊക്കെ കഴിവ് കെട്ടവരോ ബലഹീനരോ അവർക്കൊന്നും ബലമില്ലാത്തതോ ദൈവം അവരുടെ ഫേവർ കാണിക്കാത്തതൊന്നുമല്ല. എന്തോ അവരുടെ നടുവിൽ നിന്ന് ദൈവം ഇങ്ങനെ ചെറി പിക്ക് ചെയ്യുന്നത് പോലെ നമ്മളെ പിക്ക് ചെയ്തിട്ട് സെനറ്റിലാക്കി. എന്തിനാണ് എന്നെ നിങ്ങളെയും ദൈവം ചൂസ് ചെയ്തെന്ന് ചോദിച്ചാൽ, ചൂസൺ ഫോർ എ പർപ്പസ് ആണ്. എന്തിനാ വി ആർ ചൂസൺ ഫോർ ദ അൺചൂസ്ഡ്. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഐ ആം സെലക്റ്റഡ് ഫോർ ദ അൺസെലക്റ്റഡ്. ദൈവം എന്നെ സെലക്ട് ചെയ്തത് സെലക്ട് ചെയ്യാത്തവർക്ക് വേണ്ടി. എൻ്റെ അർത്ഥം ദൈവം സെലക്ട് ചെയ്യാത്തവരെല്ലാം ദൈവത്തിന് വേണ്ടാത്തവരാണെന്നുള്ള ഒരു കാൽവിൻ്റെ ഐഡിയോളജി അല്ല നമുക്ക് വേണ്ടത്. കാൽവിൻ്റെ ചിന്താഗതി അല്ല വേണ്ടത്. മറിച്ച് എന്താണ്? ദൈവം എന്നെ തിരഞ്ഞെടുത്തത് ഈ തിരഞ്ഞെടുപ്പ് പ്രാപിക്കാത്തവർക്ക് ഞാൻ ഒരു അനുഗ്രഹമായിട്ട് മാറുക എന്നതുകൊണ്ടാണ്. അപ്പം ദൈവത്തിന് അതായിരുന്നു പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ സെനറ്റ് മെമ്പേഴ്സ്, അല്ലെങ്കിൽ ഞാൻ ഈ മഹാരാജാവിൻ്റെ സെനറ്റിലെ ഒരു മെമ്പറാണ്. ഐ എം എ മെമ്പർ ഓഫ് ദ സെനറ്റ്. അല്ലെങ്കിൽ ഞാൻ ആ മഹാരാജാവിൻ്റെ ഈ അസംബ്ലിയിൽ അദ്ദേഹത്തിൻ്റെ നയതന്ത്ര പ്രാധാന്യമുള്ള വിഷയങ്ങൾ, രാജ്യാന്തര വിഷയങ്ങൾ, രാജ്യത്തെ സംബന്ധിച്ചതായ ഉന്നതമായ ചിന്തകൾ, ഉന്നതാലോചന യോഗങ്ങൾ നടക്കുന്ന ആ വലിയ സെനറ്റിലെ ഒരു മെമ്പറാണ് ഞാൻ എന്നാണ് ഓരോ ചർച്ച് ഗോവറും ചിന്തിക്കേണ്ടത്. അല്ലാതെ ഞാൻ അവിടെ കാലും വേദനയൊക്കെ ആയിരുന്നു, എനിക്ക് വേദന മാറി നടുവിന് വേദനയായിരുന്നു, അത് മാറാൻ പോകുന്നൊരു സ്ഥലമാണ്. ഈ ചിന്ത നിങ്ങൾക്ക് പാടില്ല. ഈ ചിന്തയിൽ നിന്ന് നിങ്ങൾ ഉദ്ധരിക്കപ്പെടണം, നിങ്ങൾ രക്ഷപ്പെടണം. ഞാൻ ദൈവത്തിൻ്റെ സെനറ്റിലെ അവിടുത്തെ
കോൺസുലേറ്റിലെ അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു ദൈവികമായ ആ സെനറ്റിലെ ഒരു അംബാസഡറാണ്, ഒരു മെമ്പറാണ് എന്ന ബോധ്യമാണ് നമ്മുടെ ചർച്ചിൽ വരുന്ന ഏറ്റവും ഇസഡ് ആളുകൾക്ക് ഉണ്ടാകേണ്ടത്. ഏറ്റവും ചെറിയവർ മുതൽ വലിയവർ വരെ. അല്ലാതെ ഞങ്ങളുടെ പള്ളിയാണ്, അവിടെ നല്ല കല്യാണം കിട്ടും, അടക്കം കിട്ടും, അല്ലെങ്കിൽ ഞാൻ അവിടുത്തെ ഒരു മെമ്പറാണ്, ഈ ചിന്തയല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് ഞാൻ മഹാരാജാവിൻ്റെ സെനറ്റിലെ മെമ്പറാണ്. അപ്പോൾ എൻ്റെ സ്റ്റാൻഡേർഡ് അതാണ്. ഓരോ വ്യക്തിയും അതിൽ മാത്രം ഊന്നിയാൽ മതി. നീ നിന്നെ തന്നെ നന്നാക്കാൻ ശ്രമിക്കുക. നീ നിന്നോട് തന്നെ പറയുക, ഐ എം എ മെമ്പർ, ഐ എം എൻ അംബാസിഡർ ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്, ഐ എം എ സിറ്റിസൺ. ഞാനൊരു സബ്ജക്റ്റ് അല്ല, ഞാനൊരു സ്ലേവ് അല്ല, ഞാനൊരു സിറ്റിസണാണ്. സിറ്റിസൺ എന്ന് പറഞ്ഞാൽ തന്നെ അതിനകത്ത് ആയിരക്കണക്കിന് പ്രിവിലേജസ് ആണ്. അപ്പോൾ ഞാനൊരു സിറ്റിസണാണ്, ഞാനൊരു സെനറ്റിലെ മെമ്പറാണ്, ഞാനൊരു അംബാസിഡറാണ്, എൻ്റെ സിറ്റിസൺഷിപ്പ് ഹെവനിലാണ്, ഞാൻ ഈ ലോകത്തിലേക്ക് അയക്കപ്പെട്ട ആളാണ്. ഈ ഒരു കോൺസെപ്റ്റാണ് ഓരോ വിശ്വാസികൾക്കും ഉണ്ടാകേണ്ടത്. ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ഒരു മിനിറ്റിൽ പറയാം. ചർച്ചെന്ന് പറയുന്നത് ചർച്ചിൻ്റെ മെനഞ്ഞാന്ന് നടന്ന രോഗശാന്തിയും ഇന്നലെ നടന്ന ഭൂതശാന്തിയും ഇന്നലെ വെളിപ്പെട്ട വെളിപ്പാടും പ്രവചനമൊന്നുമല്ല. ചർച്ചിൻ്റെ എക്സലൻസി, ചർച്ച് ലോകത്തിന് മുമ്പിൽ നടത്തേണ്ട ഡിസ്പ്ലേ, ചർച്ച് ലോകത്തിന് മുമ്പിൽ നടത്തേണ്ട ഡിസ്പ്ലേ എന്ന് പറയുന്നത്, ഡിസ്പ്ലേ ടു ദ വേൾഡ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ എക്സലൻസിയാണ്. സോ ദ എക്സലൻസി ഓഫ് ഗോഡാണ് ലോകത്തിന് മുമ്പിൽ നമ്മൾ ഡിസ്പ്ലേ ചെയ്യേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ കുറച്ച് പേരെ ഇത് കേൾക്കുന്നത്. എനിക്കിപ്പം നമ്മുടെ ഈ ഫേസ്ബുക്കിൽ ആയിരക്കണക്കിന് ആളുകളുണ്ട്. എനിക്ക് തോന്നുന്നൊരു 5000-ത്തോളം ഫ്രണ്ട്സ് ഉണ്ട്. ഈ 5000 ഫ്രണ്ട്സിനകത്ത് ഒരു ശതമാനം പോലും ആളുകൾ എൻ്റെ മുമ്പിൽ ഇപ്പോൾ ഇല്ല. കുറച്ച് പേരോടാണ് ഞാൻ ഈ വലിയ കാര്യങ്ങൾ സംസാരിക്കുന്നത്. കാരണം എനിക്ക് നല്ല ബോധ്യമുണ്ട്, ഈ കൊച്ചു കാര്യമല്ല, ഈ വലിയ കാര്യങ്ങൾ ഈ ചെറിയ സമൂഹമാണ് കേൾക്കേണ്ടത്. ഇത് ബഹു സമൂഹത്തിന് കേൾക്കാനുള്ളതും കൂടെ അല്ല. ഇത് കുറച്ച് പേരിലേക്ക് എത്തിയാലേ ഇതിൻ്റെ പൊട്ടൻഷ്യൽ പുറത്തു വരത്തുള്ളൂ. ഒരു മാസ് സ്വീകരിക്കുന്നത് പോലെ അല്ല ഒരു ചൂസൺ പീപ്പിൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ജീസസ് എപ്പോഴും ഈ മഹത്വമുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അവൻ്റെ 12 അപ്പോസ്തലന്മാരിലേക്കാണ് വന്നത്. സംസാരിച്ചത് പൊതുജനത്തോട് കർത്താവ് സംസാരിക്കുന്നതൊക്കെ വേറൊരു നിലയായിരുന്നു. അപ്പോൾ കർത്താവ് കോൺസെൻട്രേറ്റഡ് ആയിട്ട് സംസാരിക്കുമ്പോൾ ഒരുപാട് ട്രൂത്തുകൾ അവർക്ക് പറഞ്ഞു. ഞാൻ ആ ഒരു കോൺസെപ്റ്റിലാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഓരോ ക്രിസ്ത്യൻസും ഓരോ ദൈവ പൈതലും, അപ്പോൾ ചർച്ച് എന്ന് പറയുന്നത്, ചർച്ചിൻ്റെ ഡിസ്പ്ലേ എന്താണ്, ചർച്ച് എന്താണ് ലോകത്തിന് മുമ്പ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. നമ്മളൊരു ഷോറൂമിൽ പോകുമ്പോൾ അവിടെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഡിസ്പ്ലേ ഉണ്ട്. ഈ ഡിസ്പ്ലേ എന്തിനാണെന്ന് ചോദിച്ചാൽ ആളുകൾ അട്രാക്റ്റഡ് ആകാൻ, അതായത് ഇതിനകത്തോട്ട് ആളുകൾ വരുന്നത് ഈ ഡിസ്പ്ലേ കണ്ടിട്ട്. അപ്പോൾ ക്രിസ്തുവിൻ്റെ സഭയ്ക്ക് ലോകത്തിന് മുമ്പിൽ എന്താണ് ഡിസ്പ്ലേ? വാട്ട് ആർ ദ ഡിസ്പ്ലേ ടു ദ വേൾഡ്? നിങ്ങൾ ശ്രദ്ധിക്കണേ, എന്ത് അബദ്ധവും എന്ത് പരാജയത്തിലാണ് നമ്മൾ നോക്കുന്നത്. അതായത് നമ്മുടെ ചർച്ചിൽ ഒരാൾ വരുന്നത് ജനത്തിൻ്റെ ആവശ്യം കൊണ്ടാണ്. അതായത് ഇവിടെ അട്രാക്റ്റ് ചെയ്യാൻ ഒന്നുമില്ല. അതായത് ജനത്തെ ഇങ്ങോട്ട് പുള്ളി ചെയ്യാനുള്ള ഒരു ഡിസ്പ്ലേ കാണിക്കാൻ നമ്മുടെ ചർച്ചിൽ ഇല്ല. വരുന്നത് നമ്മളിവിടെ കൊടുത്ത അനൗൺസ്മെൻറ്റിലാണ്. നമ്മുടെ അനൗൺസ്മെൻറ്റ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുകയല്ല, നമ്മൾ ഷോ ചെയ്യുകയല്ല, മറിച്ച് നമ്മൾ അനൗൺസ് ചെയ്യുക. നിങ്ങൾക്കറിയാമോ, അനൗൺസ്മെൻറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ഡിസ്പ്ലേ. ഡിസ്പ്ലേക്കകത്ത് റിയാലിറ്റിയാണ്, ഒറിജിനൽ പ്രൊഡക്റ്റിനെ കാണിക്കണം. ഇത് നിങ്ങൾ നോട്ട് ദ പോയിന്റ്. സോ അനൗൺസ്മെൻറ്റ് ആൻഡ് അഡ്വർടൈസ്മെൻറ്റ്, ഇത് രണ്ടുമാണ് ഇന്ന് ചർച്ചിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത്. അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് അനൗൺസ്മെൻറ്റ്. ഈ അഡ്വർടൈസ്മെൻറ്റും അനൗൺസ്മെൻറ്റും 100% ഞാൻ പറയുന്നു, ഇതിനകത്ത് മാൽ ഫങ്ഷൻ അല്ലെങ്കിൽ ഇതിനകത്ത് മായം കലരാനുള്ള ചാൻസ് ഉണ്ട്. സോ മോസ്റ്റ് ഓഫ് ദ അഡ്വർടൈസ്മെൻറ്റ് 90% ഫോൾട്ടാണ്. പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? 90% ഒരു അഡ്വർടൈസ്മെൻറ്റിലെ 90% ഫേക്കാണ്. ഫേക്ക് ഈ വേൾഡിലെ മൊത്തം നിങ്ങൾ എടുത്ത് നോക്കി, ഒരു സോപ്പിൻ്റെ പരസ്യം നോക്കി, അതിനകത്ത് 1% പോലും സത്യമില്ല. 1% പോലും സത്യമില്ല. 99% കള്ളങ്ങളെ കുത്തി നിറച്ച് മനോഹരമാക്കി ജനങ്ങളുടെ മുമ്പിൽ ഒരു അഡ്വർടൈസ്മെൻറ്റ് വീഡിയോ പുറത്തു വരികയാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് അനൗൺസ്മെൻറ്റ്. യേശു രോഗിയെ സൗഖ്യമാക്കുന്നു, യേശു ഭൂതങ്ങളെ സൗഖ്യമാക്കുന്നു, യേശു മരിച്ചവരെ ഉയർപ്പിക്കുന്നു, ഇങ്ങനെയുള്ള അനൗൺസ്മെൻറ്റ്. ഈ അനൗൺസ്മെൻറ്റും റിയാലിറ്റിയുമായിട്ട് ബന്ധമില്ല. ലിസൺ ടു മീ വെരി കെയർഫുള്ളി. അനൗൺസ്മെൻറ്റ് ആൻഡ് അഡ്വർടൈസ്മെൻറ്റ് ബോത്ത് ആർ ഫേക്ക്. അതിന് സിൻസിയാരിറ്റി ഇല്ല, അതിനകത്ത് ജെന്യൂനിറ്റി ഇല്ല. എന്ന് പറഞ്ഞാൽ ഓരോരുത്തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അനൗൺസ്മെൻറ്റ് നടത്താം.
ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്വർടൈസിങ് ചെയ്യാം. അപ്പം ചേർച്ച് ഒരു പൊതുജനത്തെ അകത്തോട്ട് സ്വീകരിക്കുക, അല്ലെങ്കിൽ ലോകത്തിന് മുമ്പിൽ അഡ്വർടൈസ്മെൻ്റ് അല്ല വേണ്ടത്. അഡ്വർടൈസ്മെൻറ്റിന് പകരം, അനൗൺസ്മെൻറ്റിന് പകരം ഡിസ്പ്ലേ ആണ് വേണ്ടത്. ഡിസ്പ്ലേ ആണ് വേണ്ടത്. ഡിസ്പ്ലേക്കകത്ത് നിങ്ങൾക്ക് ഫേക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഒറിജിനൽ ഡിസ്പ്ലേയിൽ നിങ്ങൾക്കത് ജനത്തിന് മുമ്പിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സോപ്പിൻ്റെ പരസ്യം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. സോപ്പിൻ്റെ പരസ്യം എങ്ങനെയാണ്? ലെക്സ് സോപ്പിൻ്റെ പരസ്യം. അത് കുളിക്കുന്ന ഒരു സുന്ദരിയായ ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് അവളുടെ മേനിയിലേക്ക് ഈ സോപ്പ് ഇങ്ങനെ തേക്കുന്നു. ആ പതയെങ്ങും അങ്ങനെ വെളുത്തു വെണ്മയാകാൻ സോപ്പ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണിക്കും. ഞാൻ അന്നേരം പലപ്പോഴും പറയാറുണ്ട്, ഞാൻ ഒരാളെ കൊണ്ടുതരാം, നിങ്ങളുടെ സോപ്പ് കമ്പനിയിലെ മുഴുവൻ സോപ്പിട്ട് തേച്ചാലും ആ ആൾ വെളുക്കത്തില്ല. അതാണ് സത്യസന്ധത എന്ന് പറഞ്ഞാൽ. അത് നമുക്ക് അവർക്ക് അഡ്വർടൈസ്മെൻറ്റ് കാണിക്കാൻ പറ്റില്ല. ബിസിനസ് തന്ത്രങ്ങളാണ്. അപ്പോൾ ചർച്ച ഇപ്പോൾ ബിസിനസ് തന്ത്രങ്ങളിലേക്ക് പോയിരിക്കുക. അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുക. ഒരു രോഗി സൗഖ്യമായി, അത് നമ്മൾ ലോകത്തിന് മുമ്പ് അഡ്വർടൈസ് ചെയ്യണം. ഒരു പ്രവചനം വെളിപ്പെട്ടു, നമ്മൾ അതിനെ കട്ട് ചെയ്തിട്ട് ലോകത്തിന് വെളിപ്പെടുത്തുക. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അഡ്വർടൈസ്മെൻ്റ് ആണ്. അഡ്വർടൈസ്മെൻറ്റ് ഈസ് ഡിഫറെൻറ്റ്. നമ്മുടെ പ്രവൃത്തികളല്ല ലോകത്തിന് മുമ്പിൽ നമ്മുടെ പ്രവൃത്തിയല്ല, നമ്മളിലൂടെ നടന്ന പ്രവൃത്തികളല്ല ഡിസ്പ്ലേയിൽ വരേണ്ടത്. ഡിസ്പ്ലേ നമ്മുടെ പ്രവൃത്തികളല്ല, മറിച്ച് ഇതിനകത്ത് ഹൈ ക്വാളിറ്റിയുള്ള സിറ്റിസൺസ് ആയിരിക്കണം ആ ഡിസ്പ്ലേയിൽ വരേണ്ടത്. ഒന്നുകൂടെ ഞാൻ പറയാം. നമ്മുടെ ഇടയിൽ നടക്കുന്ന രോഗശാന്തിയോ ഭൂതശാന്തിയോ പ്രവചനമോ മരിച്ചവരുടെ ഉയർപ്പോ സാക്ഷ്യങ്ങളോ അത്ഭുതങ്ങളോ അല്ല പൊതുലോകത്തിൻ്റെ മുമ്പിൽ ഡിസ്പ്ലേയിൽ വരേണ്ടത്. ഞാൻ ഈ പറയുന്നതിനൊക്കെ എത്രത്തോളം നിങ്ങൾക്കത് മനസ്സിലാകുന്നു തന്നെ വിശ്വസിക്കുന്നു. നമ്മൾ അതല്ല കാണിക്കേണ്ട ലോകത്തെ. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാർ ഒരിക്കലും യേശു ഇത് അത്ഭുതം പ്രസംഗിച്ചിട്ടില്ല. യേശു ക്രിസ്തു ഒരിടത്തും പോയി അത്ഭുതങ്ങൾ പ്രസംഗിച്ചിട്ടില്ല. ബൈബിളിലെ ഒരു പ്രഭാഷകനും ഒരു പ്രസംഗികനും പ്രീവിയസ് ഹിസ്റ്ററിയോ അത്ഭുതങ്ങളോ പ്രസംഗ വിഷയമായിട്ട് മാറ്റിയിട്ടില്ല. പൗലോസ് ഏകദേശം 14 ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ ലേഖനങ്ങളിൽ ഒരിടത്തു പോലും യേശു ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ചുള്ള ഒരു ലേശം ഒരു സ്മെല്ല് പോലും ഇല്ല. കാരണം എന്താ? നമ്മൾ പ്രപഞ്ചത്തിൻ്റെ മുമ്പിൽ, ലോകത്തിൻ്റെ മുമ്പിൽ, വേൾഡ് സിസ്റ്റത്തിൻ്റെ മുമ്പിൽ ഡിസ്പ്ലേ ചെയ്യേണ്ടത് ഒരിക്കലും നമ്മൾ ചെയ്ത പ്രവൃത്തിയല്ല, മറിച്ച് എന്താണ്? പേഴ്സൺസ് ആണ്. എക്സലൻസി ഓഫ് വി ആർ. അതുകൊണ്ട് പറഞ്ഞത്, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിക്കുക എന്ന വാക്കിന് കൊടുത്തിരിക്കുന്നത് ഡിസ്പ്ലേ ചെയ്യാൻ. സദ്ഗുണങ്ങളെ ഡിസ്പ്ലേ ചെയ്യാൻ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിതം എന്ന് പറഞ്ഞാൽ ചേർച്ച് എന്ന് പറയുന്നത്, അതിനകത്ത് ഓരോ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ലോകത്തിൻ്റെ മുമ്പിലെ ഡിസ്പ്ലേ ആണ്. നിങ്ങളുടെ പ്രവൃത്തികളും നിങ്ങൾ ചെയ്ത സാക്ഷിയൊന്നും അല്ല. ഇതൊന്നും കണ്ട ആളുകൾ വരത്തില്ല. ഇത് ഇപ്പം തന്നെ അതിനെല്ലാം ആളുകൾ കബളിപ്പീരാണ്, കള്ളമാണ്, എന്ന് തെളിയിക്കുകയാണ്. എന്നാൽ അതേസമയം ക്രിസ്തീയ സഭയ്ക്കകത്ത് ഒരാൾ, ക്രൈസ്റ്റിൻ്റെ നേച്ചറുള്ള ഒരാൾ, ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ള ഒരാൾ, അത് വെളിപ്പെടുത്തുന്ന ഒരാൾ ഒരു ദേശത്തോ ഒരു ഓഫീസിലോ ഒരു സ്ഥലത്തോ ഒരു ഫാക്ടറിയിലോ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൽ ആ ആളുകൾക്ക് 1000 അത്ഭുതങ്ങൾ നടക്കുന്നതിനേക്കാൾ വലിയ സ്വാധീനം ആ ഒരു ഡിസ്പ്ലേക്ക് ആ ഒരു മനുഷ്യനിലൂടെ വെളിപ്പെടുത്താൻ പറ്റും. ആ സിംഗിൾ പേഴ്സൺ, ഒരു 10 മരിച്ച ശവം എഴുന്നേൽക്കുന്നതിനേക്കാളും പവർഫുൾ ഇമ്പാക്റ്റ് ആണ് ഒരു റിയൽ സിറ്റിസൺ, ഒരു ട്രൂ സിറ്റിസൺ, ഒരു റിയൽ സൺസ് ഓഫ് ഗോഡ് ലോകത്ത് നിൽക്കുന്നത്. അപ്പോൾ യേശു ക്രിസ്തുവിനെയാണ് അവർ പ്രസംഗിച്ചത്. നിങ്ങൾ പൗലോസ് അപ്പോസ്തലൻ പ്രസംഗിക്കുമ്പോൾ എന്താ പ്രസംഗിച്ചത്? ഹി വാസ് പ്രീച്ചിങ് അബൌട്ട് ദ കിങ്ഡം ഓഫ് ഗോഡ് പ്രസംഗിക്കുകയാണ്. അതേസമയം എന്നിട്ട് തൊട്ടുതാടെ പറഞ്ഞു, ഹി വാസ് ടീച്ചിങ് അബൌട്ട് ജീസസ് ക്രൈസ്റ്റ്. പ്രസംഗം ദൈവരാജ്യവും, ടീച്ചിങ് എന്താണ്? ദൈവപുത്രനെ കുറിച്ചുള്ള ഉപദേശങ്ങൾ താൻ പഠിപ്പിക്കുകയാണ്. എന്ത് മനോഹരമാണെന്ന് നോക്കി. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മളുടെ പ്രവൃത്തികൾ, നമ്മളിലൂടെ ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങൾ, ഇത് ഒത്തിരി പേർക്ക് ഒരു വ്യഗ്രതയാണ്, ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലമാണ്. അത് ഒരു വ്യഗ്രത. എങ്ങനെയും 10 പേരോടത് ഒന്ന് പറയണം. അതൊരു സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതിനപ്പുറത്ത് വ്യക്തികളെ രൂപാന്തരപ്പെടുത്താൻ ഒരു മിറക്കിളിനും പറ്റില്ലെന്നാണ്. ഇത് നിങ്ങൾ കുറിച്ചു വെച്ചോണം. ഒരു മിറക്കിളിന്, അത്ഭുതങ്ങൾക്ക് ജനത്തെ മാറ്റാൻ കഴിയുമെന്ന് ഒത്തിരി ആളുകൾ ധരിച്ചിട്ടുണ്ട്. അത്ഭുതങ്ങൾ വേണ്ടാന്ന് പറയാനൊന്നും ആണല്ലോ കേട്ടോ. ഇന്ന് ഭൂമിയിൽ നമ്മുടെ ക്രൈസ്തവ ലോകത്ത് നടക്കുന്നതിനേക്കാൾ
1000 മടങ്ങ് അത്ഭുതം നടക്കണമെന്ന് ഡെയിലി പ്രാർത്ഥിക്കുന്ന ആളാണ് ഞാൻ. അത് ജെന്യൂനായിട്ട് ഇവിടുത്തെ പത്രമാധ്യമങ്ങൾക്കോ ഇവിടുത്തെ നിരീശ്വരവാദികൾക്കോ ഇവിടുത്തെ വർഗീയവാദികൾക്കൊന്നും വാ തുറക്കാൻ പോലും പറ്റാത്ത നിലയെ വരെ അത്ഭുതപ്പെടുത്തുന്ന ദൈവപ്രവൃത്തി ഉണ്ടാകണം എന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് അത്ഭുതങ്ങൾക്ക് ഞാൻ വിരോധിയല്ല. പക്ഷെ ഞാൻ പറഞ്ഞത് അത്ഭുതങ്ങളെ നമ്മൾ ഡിസ്പ്ലേയിലേക്ക് കൊണ്ടുവെക്കരുത്. കാരണം അത്ഭുതങ്ങൾ നമ്മൾ ഡിസ്പ്ലേയിൽ കൊണ്ടുവച്ചാലുള്ള പ്രശ്നം, ഇത് കണ്ട് ഒരാൾ ഇതിനകത്തേക്ക് വരുന്നെന്നിരിക്കട്ടെ, ആ വരുന്ന ആളിന് അത്ഭുതങ്ങൾ കാണാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ ഡിസ്പ്ലേക്കെതിരെ ചോദ്യങ്ങൾ വരും. ഡിസ്പ്ലേക്കെതിരെ ചോദ്യം വരും. ഒരു ക്യാൻസർ രോഗി സൗഖ്യമായി എന്ന് നിങ്ങൾ പറയുന്നു, അതിനെയാ നിങ്ങൾ നിങ്ങളുടെ സഭയുടെ മുമ്പിൽ ഡിസ്പ്ലേയിൽ കൊണ്ടുവച്ചിരിക്കുന്നതെങ്കിൽ നാളെ ഒരു 2-3 ക്യാൻസർ രോഗികൾ ഇത് കണ്ട്, ഈ ഒരു കാഴ്ച കണ്ട്, ഈ ഒരു അഡ്വർടൈസ്മെന്റ് കണ്ട് അകത്തോട്ട് വന്നിട്ട് സൗഖ്യമായില്ലെങ്കിലോ നിങ്ങളുടെ കമ്പനിക്ക് എന്ത് മാനക്കേടാണത്, എന്ത് അപമാനമാണത്. സോ ഒരിക്കലും ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. അത്ഭുതങ്ങൾ പ്രസംഗിക്കരുത്. അത്ഭുതങ്ങൾ നിങ്ങൾ പ്രസംഗിക്കരുത്. അത്ഭുതങ്ങൾ പ്രസംഗിക്കരുത്. നിങ്ങൾ ആള് കളിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. നമുക്കറിയാം, ഈ അത്ഭുതങ്ങൾ ചെയ്യുന്നവരെ പറയുന്നത് എല്ലാം ആള് കളിക്കാൻ ചെയ്യുന്നതാണ്. 10 പേര് ഞാൻ വലിയ ഏതോ ആനയാണ്, പൂനയാണ്. പിന്നെ പ്രത്യേകിച്ചോണം, ഈ അത്ഭുതങ്ങൾ പറയുന്ന ആളുകളുടെ എല്ലാം നാവില് ഒരു 25% അത് കറക്റ്റും 75% ഭോഷ്കുമാണ്. നമ്മൾ കർത്താവിന്റെ വിശുദ്ധ സന്നിധിയിൽ ഇരുന്നുകൊണ്ട് ലോകത്തിന് മുമ്പിൽ ഭോഷ്ക് പറയുക. ഭോഷ്ക് പച്ച കള്ളമാണ് നമ്മൾ പറയുന്നത്. സോ ഡു നോട്ട് preach the miracles. മിറാക്കിൾസ് ഒരു സർമൺ അല്ല. മിറാക്കിൾസ് സഭയുടെ ഡിസ്പ്ലേയും അല്ല. മിറാക്കിൾസ് കൊണ്ട് ഒരു കാര്യവും ഭൂമിയിൽ നടക്കത്തുമില്ല. അത്ഭുതങ്ങൾ കൊണ്ടാണ് ലോകത്തിൽ രൂപാന്തരം സംഭവിക്കുന്നതെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഒരു കടൽ, അതായത് ചെങ്കടൽ, റെഡ് സീ, അതിനെക്കുറിച്ചൊരു കുറേ വർഷങ്ങൾക്ക് മുമ്പ് വായിച്ചൊരു ഓർമ്മ ഞാൻ പറയാം. ആ കടലിനെ ദൈവം 2ആയിട്ട് പിളർത്തി. കടൽ 2ആയി. അവർ കടന്നുപോയ ഭാഗത്ത് ഏകദേശം 1400 താഴ്ച, അടി താഴ്ച ഉണ്ടെന്നാണ് പറഞ്ഞത്. അത്ര വലിയ ആഴമുള്ളൊരു ഭാഗത്തെ ഡിവൈഡ് ചെയ്തിട്ടാണ് ഈ ജനത്തെ ഇതിനകത്തൂടെ കടത്തിവിടുക. 1600 അടി ആഴമുള്ള, ഞാൻ വായിച്ചാണ്, തെറ്റുണ്ടെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അത്ര വലിയ അത്ഭുതം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒരു ചെങ്കടൽ 2ആകുന്നത് കണ്ടോ? നമ്മൾ ആര് കണ്ടു? നമ്മളാരും കണ്ടിട്ടില്ല. ശരി, ഇക്കരെ കൊണ്ടുവന്നു. ഇവർക്ക് കഴിക്കാൻ ആഹാരമില്ല. പ്രഭാതത്തിൽ ദൈവം പറഞ്ഞു നിങ്ങൾക്ക് രാവിലെ ഫുഡ് കിട്ടും. മോർണിംഗ് നോക്കിയപ്പോൾ നല്ല ഫ്രഷ് മന്ന. ഓരോ ദിവസവും ഇവരുടെ വീടിൻ്റെ പടിക്കൽ മന്ന പൊഴിഞ്ഞു കിടക്കുന്നു. ഒരു പാറയെ തൻ്റെ കയ്യിൽ വടി കൊണ്ടടിച്ചപ്പോൾ കരിമ്പാറയിൽ നിന്ന് വെള്ളം പുറത്തു വരുന്നു. ഒരു കാറ്റടിക്കുമ്പോൾ ആഹാരമില്ലെന്ന് പറഞ്ഞ കരഞ്ഞവർക്ക് വേണ്ടി കാടപ്പക്ഷി പറന്നു വരുന്നു. എത്ര അത്ഭുതമാണ് നോക്കിയേ. മാറായി വന്നപ്പോൾ കാണാൻ ഒരു തടാകം, ഒരു ലേക്ക് മുഴുവൻ മലിനജലം. അത് കുടിച്ച ജനങ്ങൾക്കെല്ലാം വയറിന് പ്രോബ്ലമായി, രോഗിയായി. അപ്പം ദൈവം പറയും ഒരു മരത്തിലെ കൊമ്പ് വെട്ടി അങ്ങോട്ട് ഇടാൻ പറഞ്ഞു. മരത്തിലെ കൊമ്പ് അങ്ങോട്ട് വെട്ടിയിട്ടപ്പോൾ അത് മധുരമായി മാറി എന്ന് പറയുക. മധുരമായി മാറി എന്ന് പറഞ്ഞാൽ പഥ്യമായി മാറി എന്ന് അർത്ഥമാണ്. രോഗശാന്തിക്ക് ഹേതുവായി മാറിയായ വെള്ളം. അത്ഭുതങ്ങളുടെ പുറത്ത് അത്ഭുതം. ഓരോ ദിവസവും അത്ഭുതം കണ്ടുകൊണ്ടാണ് ഈ ജനത വളർന്നത്. ഏതെങ്കിലും ഒരുത്തിന് മാനസാന്തരം ഉണ്ടോ? നിങ്ങളൊന്ന് ആലോചിക്കുക. ഈ പഴയ നിയമത്തിൽ ഇതൊക്കെ എഴുതി വെച്ചേക്കുന്നത് എന്തിനാ നോക്കണേ? ഈ 24 മണിക്കൂറും അത്ഭുതങ്ങളുടെ മീതെ അത്ഭുതം കണ്ട ഇതുപോലൊരു ജനത ഭൂമിയിലുണ്ടോ? ഒരു രാത്രി ഒരു സാമ്രാജ്യത്തിന്റെ അടിത്തറ മൊത്തം ഇളക്കിയ ലോകത്തിലെ ഏറ്റവും വലിയ റവല്യൂഷനാണ് സംഭവിച്ചത്. ഇവർ പുറത്തു വരികയാണ്. ഇവരുടെ ഒരു എത്രായിരം അത്ഭുതങ്ങൾ നടന്നു, എത്ര അത്ഭുതങ്ങൾ കണ്ടു. മിസ്രൈമിൽ അവർ ആരാധിച്ചുകൊണ്ടിരുന്ന അവരുടെ ദേവന്മാരെയൊക്കെ ദൈവം ഓരോന്നിനെ എണ്ണി എണ്ണി ന്യായം വിധിക്കുന്നത് നമ്മൾ കണ്ടില്ലേ? ഇതെല്ലാം ഈ ജനത കാണുകയല്ലേ? ഏതെങ്കിലും ഒരു അത്ഭുതം ഈ ജനത്തെ മാറ്റിയോ? നമ്മൾ തെറ്റായി പോവരുത്. നമ്മുടെ പ്രശ്നം ഇന്നത്തെ ന്യൂ ജനറേഷൻ ഗ്രൂപ്പ് ആണെങ്കിലും ഇവാഞ്ചലിക്കൽ ഗ്രൂപ്പ് ആണെങ്കിലും അതിന് ഏത് സഭാവിഭാഗമാണെങ്കിലും എപ്പോഴും ഒരു ടെൻഡൻസി വരുന്നതെന്ന് പറയുമ്പോൾ വി നീഡ് ടു എക്സ്പ്രസ്. നമുക്ക് നമ്മുടേതായ ഈ മിറാക്കിൾസ് ലോകത്തെ ഇങ്ങനെ കാണിക്കണം. ഞങ്ങൾ അവിടെ ഇരുന്നപ്പോൾ അത്ഭുതം നടന്നു, ഞങ്ങൾ ഇവിടെ നിന്നപ്പോൾ ഒരു രോഗി നടന്നു, ഞങ്ങളുടെ ഒരു ക്യാൻസർ രോഗി. യു ആർ വെരി ചീപ്പ് ബ്രദർ. ഈ ഒരു തന്ത്രം പരാജയപ്പെട്ട തന്ത്രമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കുന്നത്. ഈ ഒരു തന്ത്രം പരാജയപ്പെട്ട തന്ത്രമാണെന്ന് പഴയ നിയമ പുസ്തകം വെളിപ്പെടുത്തുകയാണ്. എന്നാൽ ഇസ്രായേൽ മക്കൾ കണ്ടതിൻ്റെ അത്ര അത്ഭുതമൊന്നും മലയാളി കണ്ടിട്ടില്ല.
ഇസ്രായേൽ മക്കളുടെ നടന്ന അത്രയും രോഗശാന്തിയും നമ്മൾ കണ്ടിട്ട് ഒറ്റ രാത്രിയിൽ ആ പാസ് ഓവർ ലാമ്പിൻ്റെ മാംസം ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ 400 വർഷത്തെ അടിമത്വത്തിൽ കിടന്ന ആ ജനത അത്ര വലിയ നല്ല കണ്ടമിനേഷൻ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ക്ലീൻ സ്ഥലത്തൊന്നും അല്ല താമസിക്കുന്നത്. ആ ജനത അവരുടെ ശരീരത്തിലുള്ള സകല രോഗവും സൗഖ്യമായി അന്ന് രാത്രി. ഒരു ബലഹീനം പോലും ആ മരുഭൂയാത്രയിൽ ഇല്ലായിരുന്നു. അത്ര ഹീലിംഗ് പവറിൽ അവർ ജീവിച്ചത്. ഇത്രയും വലിയ അത്ഭുതമൊന്നും ഈ ഒരു ജനത കണ്ടിട്ടില്ല. എന്നിട്ട് പോലും രണ്ടെണ്ണത്തിൽ കൂടുതൽ എണ്ണത്തിന് അവകാശത്തെ പ്രാപിക്കാൻ പറ്റിയില്ല. ദൈവം ഉദ്ദേശിക്കുന്ന സ്ഥലത്തെത്തിയില്ല. അപ്പം ഞാൻ പറഞ്ഞല്ലോ, പണ്ടേ പരാജയപ്പെട്ട ഒരു സംവിധാനവുമായിട്ട് നമ്മൾ ഈ വീണ്ടും പൊടി തട്ടിയെടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. ഇത് മാറണം. ചർച്ചിന് ലോകത്തിന് കാണിക്കാനുള്ള ഡിസ്പ്ലേ ഇവിടെ നടക്കുന്ന അത്ഭുതങ്ങളല്ല. നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞിന് ചോറ് കൊടുക്കുന്നത് വീഡിയോ എടുത്ത് കാണിച്ചിട്ടാണോ നിങ്ങളുടെ വീട്ടിൽ പട്ടിണിയില്ലെന്ന് പറയേണ്ടത്? ആണോ? നിങ്ങൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ഫോട്ടോ, നിങ്ങൾ കുഞ്ഞിന് ആഹാരം കൊടുക്കുന്നു, ഇതിൻ്റെ വീഡിയോ എടുത്തിട്ട് നാട്ടുകാരെ കാണിച്ചിട്ട് പറയുകയാണ് ഞങ്ങളുടെ വീട്ടിൽ പട്ടിണിയില്ല. ഇതാണോ നമ്മൾ ലോകത്തിന് മുമ്പിലായിരിക്കേണ്ടത്? അല്ല, ഇത് തെറ്റാണ്. നമ്മൾ ഒരു രോഗശാന്തിയോ ഒരു അത്ഭുതമോ ഒരു വിടുതലോ ഒക്കെ നമ്മുടെ ചർച്ചയിൽ നടക്കുന്നെങ്കിൽ അത് നമ്മുടെ കുഞ്ഞുങ്ങൾ കഴിക്കുന്ന ആഹാരം പോലെയുള്ളൂ. അതൊരു കൾച്ചറാണ്, നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗം മാത്രമാണ്. അതല്ല ലോകത്തിന് മുമ്പ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അതായത് അന്ധകാരത്തിന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സദ്ഗുണം, വിളിച്ചവന്റെ എക്സലൻസി, ആ എക്സലൻസിയെ ഡിസ്പ്ലേ ചെയ്യാൻ തിരഞ്ഞെടുക്കപ്പെട്ട ജാതി, രാജകീയ എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളുമാണ് ഈ ഡിസ്പ്ലേ ബോക്സിൽ വരേണ്ടത്. പിടികിട്ടിയോ? നിങ്ങളും ഞാനുമാണ് ലോകക്കാരുടെ മുമ്പിൽ ഈ ഡിസ്പ്ലേയിലേക്ക് വെളിപ്പെട്ട് നിൽക്കേണ്ടത്. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ അവരുടെ മുമ്പിൽ പോലെ നിങ്ങൾ പ്രകാശിക്കണം. We are the display. നമ്മുടെ പ്രവൃത്തികളല്ല ലോകത്തിന് മുമ്പിൽ നമ്മൾ കാട്ടിക്കൊടുക്കുക. വേൾഡിനെ ചേഞ്ച് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വേൾഡ് ചേഞ്ചേഴ്സ് ആണ് കർത്താവിന്റെ മക്കൾ. ഇത് നിങ്ങൾ കുറിച്ച് വെക്കണം. ഐ എം എ വേൾഡ് ചേഞ്ചർ. ഐ എം ഗോയിങ് ടു ചേഞ്ച് ദ സിസ്റ്റം ഓഫ് ദ വേൾഡ്. ഇവിടെ കറപ്ഷൻസിന്റെ മേളിൽ കറപ്ഷൻ, അക്രമം, അതിക്രമം, കൊലപാതക ചിന്ത, അസൂയ, പക, വിദ്വേഷം, ഇതൊക്കെയല്ലേ കേരളം, ലോകം മൊത്തം. നിങ്ങളേത് മാധ്യമം എടുത്തു നോക്ക്, നിങ്ങളൊരു മനോരമ പത്രം എടുത്തു നോക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പത്രം എടുത്തു നോക്ക്, ഏതെങ്കിലും ഒരു ചാനൽ ശ്രദ്ധിച്ചു നോക്ക്, എന്താ അവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത്? മനുഷ്യൻ ഉപയോഗപ്രദമായി എത്ര സമയം അവർ ഇത്രയും വലിയ ഈ എയറിൽ എത്ര ടൈം അവർ മനുഷ്യപ്രയോജനമുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. വിരോധവും പകയും അഴിമതിയും അഴുക്കും തോൽവിയും ഇതല്ലേ ജനതയുടെ ചെവിയിലോട്ട് ഡെയിലി കേട്ടോണ്ടിരിക്കുന്ന. ഐ വോണ്ട് ടു ടെൽ യു ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഡോണ്ട് സ്പെൻഡ് ടു മച്ച് ടൈം ടു ഹിയർ ദി സ്റ്റുപ്പിഡിറ്റി. ന്യൂസ് കേൾക്കണം കേട്ടോ, പക്ഷെ നമ്മൾ എപ്പോൾ തുറന്നാലും നമുക്ക് ഏതേ കേൾക്കാറുള്ളൂ, ഇറിറ്റേഷൻ ആകുക. കാരണം മുഴുവൻ വേൾഡിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ചർച്ചിനകത്ത് ലോകത്തിന് മുമ്പിൽ പ്രതീക്ഷയുടെ ദീപങ്ങളായി ഓരോ സിറ്റിസൺസിനും മാറണം. ഇതാണ് ദൈവത്തിന് സഭയെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരാഗ്രഹം. ഇങ്ങനെയാണ് നമ്മൾ ലോകത്തെ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. വേൾഡിനെ ചേഞ്ച് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ മാർഗം അതാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, നമ്മളിൽ നടത്തുന്ന പ്രവൃത്തി കണ്ടിട്ടല്ല, നമ്മൾ ഇവിടെ ചെയ്യുന്ന അത്ഭുതങ്ങളും രോഗശാന്തിയും ഒന്നും കണ്ടിട്ടല്ല ആളിങ്ങോട്ട്. അങ്ങനെ വരുന്ന ആളുകളല്ല എന്തിനാ വരുന്നത്? അവരൊരിക്കലും ഈ സെനറ്റിലെ ഒരു മെമ്പറാകാൻ, കിങ്ഡം ഓഫ് ഗോഡിൻ്റെ ഒരു മെമ്പറാകാൻ അല്ല വരുന്നത്. അവർ വരുന്നത് അവരുടെ കയ്യിലെ ചൊറി, കാലിലെ വേദന, മുട്ടിൻ്റെ വേദന, തോളിൻ്റെ വേദന, തലയ്ക്കുള്ള വേദന, കൊച്ചുങ്ങളില്ലേ അത് കിട്ടും, ഇതിനൊക്കെ വേണ്ടി ചാടി വരിക. ഇങ്ങനെ ഓടി വരും. എനിക്ക് മക്കളില്ലേ, എനിക്ക് മക്കളെ കൊടുക്കുന്ന മെറ്റേണിറ്റി ഹോസ്പിറ്റലാണോ സഭ? സഭ എന്താ റെസ്ക്യൂ സെൻ്ററാണോ? സഭ എന്താ റിലീസിങ് സെൻ്ററാണോ? സഭയ്ക്ക് അത്രയും അനുവദിക്കാൻ പറ്റില്ല. സഭ എന്ന് പറയുന്നത് ഇതൊക്കെ നിങ്ങളുടെ വീടിൻ്റെ പടിക്കലെത്തും. ഇത് മൊത്തം മാനവരാശി മൊത്തം എത്തും. ഒരു രോഗിയുമില്ലാത്ത സാഹചര്യത്തിലേക്ക് ഭൂമിയെ കൊണ്ടെത്തിക്കാൻ ദൈവം സ്ഥാപിച്ച ദൈവത്തിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ചർച്ച്. ഇപ്പം ചർച്ചിൻ്റെ പദവിയിലേക്ക് തിരിച്ചു വരണം. പക്ഷേ ചർച്ച് ഇപ്പം എന്താ? ചർച്ച് കുന്തിരിക്കാൻ പോയിച്ച് പാട്ടും പാടി, ട്രംപേർ അടിച്ച്, ബഹളം വെച്ച്, സ്തോത്രം പറഞ്ഞ്, ഹല്ലേലൂയ പറഞ്ഞ്, പാട്ടും പാടി, വീണ്ടും പാടി, അതേ തന്നെ വീണ്ടും പാടി, 2000 years ആയിട്ട് വീണ്ടും പാടിക്കൊണ്ടേയിരിക്കുക. എല്ലാ ദിവസവും ഒരേ സാധനം കേട്ടിട്ട് ബോറടിച്ച്
ഒരുമാതിരി മതഭ്രാന്തന്മാരായിട്ട് ക്രിസ്ത്യാനി അങ്ങനെ ഇരിക്കുക. അവൻ എന്താണോ അവനുപോലും അറിയത്തില്ല. നത്തുകുത്തി ഇരിക്കുന്ന പോലെ ക്രിസ്ത്യാനി ഇരിക്കുന്നത്. അവൻ ആരാന്ന് അവൻ അറിയത്തില്ല. അവൻ്റെ വിചാരം പാട്ടുപാടി ദൈവം അങ്ങ് ഏതാണ്ട് പ്രസാദിച്ചു, ദൈവം ഇങ്ങനെ ഇരിക്കുക, കാലും സ്വർഗത്തിൽ ഇരിക്കുകയാണ്, നിന്റെ പാട്ട് കേൾക്കാനായിട്ട് ഇരിക്കുന്നു, നിന്റെ പാട്ട് കേട്ടപ്പോൾ ദൈവത്തിന് ഭയങ്കര ഹാപ്പിയായി, എന്നിട്ട് ഇങ്ങനെ അനുഗ്രഹിക്കും. ഇതൊന്നും അല്ല ദൈവം. നീ ഒരു ഫൂളായിട്ടായിപ്പോൾ ഇരിക്കുന്നത്. ദൈവം നിന്നെ നോക്കുമ്പോൾ ഒരു സ്റ്റുപ്പിഡ് താണ്ട് വന്നിരിക്കുന്നതെന്ന് തോന്നത്തുള്ളൂ. കാരണം നിന്റെ ദൗത്യം നീ ചെയ്യാതെ ദൈവത്തെ എന്തിനാ സ്തുതിച്ചിട്ട് കാര്യം? നിങ്ങൾ ബൈബിൾ വായിക്കണം, എവിടെയാണ് സ്തുതി വന്നേക്കുന്നത്? നിങ്ങൾ പഴയ നിയമ ഭാഗങ്ങളൊക്കെ എടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വായിച്ചു നോക്കണം. ഓരോ രാജാക്കന്മാരും ഓരോ പ്രഭുക്കന്മാരും ഓരോ പ്രവാചകന്മാരും ദൈവം അവർക്ക് ഏൽപ്പിച്ചതായ ദൗത്യം പൂർത്തീകരിച്ച് കഴിഞ്ഞപ്പോൾ അവർ ദൈവത്തെ മഹത്വപ്പെടുത്തിയെന്ന്. ദൈവത്തെ പുകഴ്ത്തുന്നതിന് മുമ്പ് അവരുടെ അസൈൻമെന്റ് പൂർത്തിയാക്കിയിരുന്നു. അസൈൻമെന്റ് പൂർത്തിയാക്കിയപ്പോഴാണ് ആഘോഷം തുടങ്ങേണ്ടത്. അല്ല ചുമ്മാ രാത്രി എല്ലാ ഞായറാഴ്ചയും വന്ന് ആഘോഷിക്കുക, അല്ല ചൊവ്വാഴ്ച കൈയടിക്കുക, ബുധനാഴ്ച വീണ്ടും കൈയടിക്കുക, വെള്ളിയാഴ്ച വീണ്ടും കൂട്ട കൈയടിക്കുക. ഇവൻ്റെയൊക്കെ ധാരണയായി കൈയടിക്കുമ്പോൾ ദൈവം അങ്ങ് പ്രസാദിക്കുമെന്ന്. ഇതെല്ലാം മതങ്ങളിൽ നിന്ന് നമ്മൾ കടമെടുത്ത കഥകളാണ്. ദൈവം നമ്മുടെ അസൈൻമെന്റ് കൈയടിയാ, നമ്മുടെ അസൈൻമെന്റ് കുർബാനയാ. ദൈവം നമുക്ക് നൽകുന്ന അസൈൻമെന്റ് എന്ന് പറയുന്നത് ഞായറാഴ്ചയുള്ള ആരാധനയാ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല. നിങ്ങളുടെ ആരാധന ഇല്ലെങ്കിലും ദൈവം തമ്മിൽ ഒരു പ്രശ്നവുമില്ല, ദൈവം വിണങ്ങത്തുമില്ല. കാരണം തൃത്വത്തിനകത്ത് ഭയങ്കര ആരാധന നടന്നുകൊണ്ടിരിക്കുക. പിതാവ് പുത്രൻ പരിശുദ്ധ റൂഹായുടെ അകത്ത് തന്നെ ഭയങ്കര എക്സ്യൂബറന്റ് വർഷിപ്പ് നടക്കുക. അതിൻ്റെ ഒരു കോണിഷം പോലും കൊടുക്കാൻ നമുക്ക് പറ്റൂല. ആരാധന അതിനകത്ത് ഭയങ്കര നടക്കുക. അതിനിടയ്ക്കാണ് നിന്റെ അല്ലേലിയ അല്ലേലിയ അല്ലേലിയ. നിന്നെ ഭൂമിയിലാക്കി നീ അല്ലേലിയ അല്ലേലിയ പറയാനല്ല, നീ നിന്റെ അസൈൻമെന്റിലേക്ക് തിരിച്ചു വരണം. നീ തിരിച്ചു വരണം. ഇപ്പം ഉപദേശത്തിന് വേണ്ടി കുറച്ച് അപ്പാമര നടക്കും. എടാ എൻ്റെ പൊന്നു സഹോദരൻ, നിന്റെ ഉപദേശം കൊണ്ടൊന്നും ഭൂമിക്ക് ഒരു ഗുണവുമില്ല, ഒരു ഗുണമല്ല. നീ ഉപദേശത്തിന് വേണ്ടി നിൽക്കുക. നീ ഉപദേശത്തിന് വേണ്ടി നീ ചത്തു പോത്തേ ഉള്ളൂ. നിന്നെ കൊണ്ട് പ്രയോജനമില്ല. ദൈവം നിന്നോട് പറഞ്ഞു നീ ഉപദേശത്തിന് വേണ്ടി സ്റ്റാൻഡ് ചെയ്യാൻ. നീ വേദോസം വായിച്ചിട്ടുണ്ട്. എത്രയോ കോൺട്രോവേഴ്സ്യൽ സംഭവം അതിനകത്തുണ്ടെന്നറിയോ? എത്ര പാരഡോക്സസ് ഉണ്ടെന്നറിയോ ബൈബിൾ? പാരഡോക്സ് എന്ന് പറഞ്ഞാൽ കൃത്യമായി കോൺട്രഡിക്ഷനാണ്. നല്ലപോലെ ബൈബിൾ പഠിച്ചാൽ പലതും കോൺട്രഡിക്ഷനായിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. അങ്ങനെയാ ബൈബിൾ എഴുതി വെച്ചേക്കുന്നത്. ആ ബൈബിളാണ് നിന്റെ കയ്യിലോട്ട് തന്നേക്കുന്നത്. ദൈവം പോലും അതിനെ ക്ലിയർ ആക്കാൻ ശ്രമിച്ചിട്ടുമില്ല. ദൈവം അതിന് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്, നോ റെഫറൻസ്. എന്നിട്ട് നമ്മളിരുന്ന് ഞാനാ ശരി അവനാ ശരി. വൈ യു ആർ വേസ്റ്റിംഗ് യുവർ ടൈം? ഡു നോട്ട് വേസ്റ്റ് യുവർ ടൈം. And God has chosen you and God has called you for a great purpose. അതിൻ്റെ പൊട്ടൻഷ്യൽ ഒരു കാര്യം വ്യക്തമാണ്. നിന്നെ എന്തിന് ദൈവം തിരഞ്ഞെടുത്തോ അതിനുള്ള പൊട്ടൻഷ്യൽ നിനക്ക് തന്നിട്ടുണ്ട്. നിന്നെ സൃഷ്ടിച്ചത് പറവയായിട്ടാണോ നിനക്ക് പറക്കാനുള്ള കഴിവുണ്ട്. നിന്നെ സൃഷ്ടിച്ചതൊരു മീനാണോ നീന്താനുള്ള കഴിവ് നിന്റെ അകത്ത് ബിൽഡാണ്. നീ ഒരു മരമായിട്ടാണോ സൃഷ്ടിച്ചത്, ഏത് കരിമ്പാറയ്ക്കകത്തും അതിനെ സ്പ്ലിറ്റ് ചെയ്ത് അകത്ത് കയറി പോകാനുള്ള പൊട്ടൻഷ്യൽ നിന്റെ വേരുകൾക്കുണ്ട്. നീ ഒരു മനുഷ്യനാണോ സൃഷ്ടിച്ചിരിക്കുന്നത്, നിന്നെ സൃഷ്ടിച്ചത് റൂൾ ചെയ്യാൻ വേണ്ടിയാണ്, വാഴാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് നമ്മളെ ആരെങ്കിലും വാഴാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഇറിറ്റേഷൻ വരും. നമ്മളെ ആരെങ്കിലും, അത് കുടുംബത്തിലായാലും ഭാര്യയായാലും ഭർത്താവായാലും ആരായാലും മക്കളായാലും, നിങ്ങൾ ആരുടെയെങ്കിലും പുറത്ത് റൂളർഷിപ്പ് നിങ്ങളൊന്ന് ഡൊമൈൻ ചെയ്ത് നോക്ക്. ഇഫ് യു ട്രൈ ടു ഡൊമൈൻ എനിബഡി, ഇമ്മീഡിയറ്റ്ലി റെസ്പോൺസ് വരും. നിങ്ങൾ ഭാര്യയെ ഒന്ന് അമർത്താൻ നോക്കിക്കേ, നീ തിരിച്ചു പറയും എന്നെ ഭരിക്കണ്ടെന്ന് പറയും. ഭാര്യ ഭർത്താവിനെ ഭരിക്കാൻ തുടങ്ങി പറയും എന്നെ ഭരിക്കണ്ടെന്ന് പറയും. എന്തിനാണ് പറയുന്നത്? പിള്ളേരോട് നിങ്ങൾ അമർച്ചയോട് ഇരിയിടാന്ന് പറഞ്ഞാൽ അവർ ഇരിക്കുന്നില്ല. അവർക്ക് ഇരിക്കണമെന്ന് തോന്നിയാൽ അവരിയ്ക്കുന്നുള്ളൂ. കാരണം ആരെയും ദൈവം ഭൂമി സൃഷ്ടിച്ചത് അടിമയായിട്ടല്ല, ആരെയും ഡോമിനേറ്റ്. കാരണം ആരെയും ഡോമിനേറ്റ് ചെയ്യുന്നത് ആർക്കും ഇഷ്ടമല്ല. എല്ലാവരെയും സൃഷ്ടിച്ചത് ഡൊമൈൻ ചെയ്യാൻ വേണ്ടിയാണ്. ആർക്കും അടിമയായിട്ടിരിക്കാനും ആവശ്യമില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, അടിമയായിട്ടിരിക്കാൻ വേണ്ടി അവർ മനുഷ്യനെ സൃഷ്ടിച്ചില്ല. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് കൃത്യമായിട്ട് വാഴാൻ വേണ്ടിയാണ്. വാഴുക എന്ന ലക്ഷ്യമല്ലാതെ ഒരു പദ്ധതിയില്ല. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളിപ്പം ഇത് നമ്മൾ കുടുംബത്തിൽ തന്നെ കാണാൻ പറ്റും. നമ്മൾ ചിലപ്പോൾ മക്കളോട് പറഞ്ഞാൽ മക്കൾ അത് അനുസരിക്കുന്നില്ല. എന്താ? അവർക്ക് അതിൻ്റെ കാര്യം ബോധ്യമാവുന്നില്ല. എന്തിനെ അനുസരിക്കണമെന്ന് അവർ നോക്കുന്നു. നമ്മൾ കടിച്ചമർത്തി അങ്ങോട്ട് പറയും, അടിയെടുക്കും എന്നൊക്കെ പറയുമ്പോഴൊന്നും അവർ പേടി. അവർ വാസ്തവത്തിൽ അനുസരണക്കേടല്ലത്, അവർക്ക് ഈ ഡോമിനേഷൻ ഇഷ്ടമല്ല. ഭൂമിയിൽ ആരെയും ഡോമിനേറ്റ് ചെയ്യരുത്, പ്രത്യേകിച്ച് കുടുംബത്തിന്. കുടുംബമാണല്ലോ ഏറ്റവും വലിയ യൂണിറ്റ് എന്ന് പറയുന്നത്. ഡു നോട്ട് കൺട്രോൾ എനിബഡി. കാരണം ദർ ഇസ് നോ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് പോലും ഇന്ന് വരെ ഈ സ്വർഗത്തിൻ്റെ ആ പ്രോട്ടോക്കോൾ തെറ്റിച്ചിട്ടില്ല.
ഈവൻ ഹോളി സ്പിരിറ്റ് പോലും ഇതുവരെ ആ പ്രോട്ടോക്കോളിൽ നിന്ന് മാറിയിട്ടില്ല. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയാം, അവൻ വന്ന് നിങ്ങളെ സകല ഓർമ്മിപ്പിക്കും, അവൻ നിങ്ങളെ ആശ്വസിപ്പിക്കും, അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. പക്ഷെ അവിടെ എങ്ങും പരിശുദ്ധാത്മാവ് നിങ്ങളെ കൺട്രോൾ ചെയ്യുമെന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവ് ആരെയും കൺട്രോൾ ചെയ്യത്തില്ല. കൺട്രോൾ മീ ഹോളി സ്പിരിറ്റ് പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാത്മാവിനോട് പറയാ, പരിശുദ്ധാത്മാവ് എന്നെ കൺട്രോൾ ചെയ്യണം. പരിശുദ്ധാത്മാവ് സോറി, ഐ വോണ്ട് എന്തുവാ, ഞാൻ ഒരിക്കലും സ്വർഗത്തിൻ്റെ പ്രോട്ടോക്കോള് തെറ്റിക്കത്തില്ല. ഐ കനോട്ട് വയലേറ്റ് ദ പ്രോട്ടോകോൾ ഓഫ് ഹെവൻ. Heaven's protocol do not rule anybody, do not control anybody, because every creature, every human being is created with the capacity to control, to be a master, to govern each and every one. അതുകൊണ്ടാണ് കുടുംബത്തിൽ അടി നടക്കുന്നതിന് വടക്കണം. ആരെയും കൺട്രോൾ ചെയ്യാൻ പോകരുത്. ലീഡ് ദം റൈറ്റ് വേയിലേക്ക് അവർ നടത്തുക. അവരുടെ അകത്ത് വിസ്ഡം പറഞ്ഞു കൊടുക്കുക, വഴികൾ പറഞ്ഞു കൊടുക്കുക. ഹോളി ഗോസ്റ്റ് ഈസ് ഓൾസോ റിമൈനിങ് ദ ടീച്ചിങ്സ് ഓഫ് ജീസസ്. ഹോളി സ്പിരിറ്റ് വന്നിട്ട് പുതിയതൊന്നും നമ്മളെ പഠിപ്പിക്കത്തൊന്നുമില്ല. നമ്മൾ ഓൾറെഡി എന്തെല്ലാം യേശുവിൽ നിന്ന് പഠിച്ചിട്ടുണ്ടോ അത് മാത്രമേ ഓർമ്മിപ്പിക്കത്തുള്ളൂ. എന്ത് ജെന്റിൽ പേഴ്സൺ ആണെന്ന് നോക്കിയാൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിക്കാൻ തന്നെ ഒരായുസ് തികയത്തില്ല. ദൈവത്തെക്കുറിച്ച് അറിയാനുള്ള അടുത്ത റെവലേഷൻ പരിശുദ്ധാത്മാവാണ്. ദൈവത്തെക്കുറിച്ച് അറിയാനുള്ള ആദ്യത്തെ റെവലേഷൻ ക്രിസ്തു ആണെങ്കിൽ രണ്ടാമത്തെ റെവലേഷൻ ഹോളി ഗോസ്റ്റാണ്. ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്ന കാര്യം, ഇവിടെ നമ്മൾ ദൈവത്തിൻ്റെ ഡിസ്പ്ലേ ആയിട്ട് ലോകത്തിന് മാറുക, ലോകത്തെ ചേഞ്ച് ചെയ്യുക. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ പോയൊരു ഭാഗമുണ്ട്, അതിലേക്ക് ഞാനൊന്ന് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. റോമാലേഖനത്തിൽ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്. അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുത്തിട്ട് അബ്രഹാമിനോട് പറയുന്നൊരു വാചകമുണ്ട്. ഞാൻ അതിലേക്ക് പെട്ടെന്ന് പോകാം കേട്ടോ. എൻ്റെ ഈ തിരുവെഴുത്തുകൾ നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 13-ാം വാക്യം 4-ാം അധ്യായം, റോമൻസ് ചാപ്റ്റർ 4 വേഴ്സ് 13. ലോകാവകാശിയാകുമെന്നുള്ള വാക്തം അബ്രഹാമിനും അവൻ്റെ സന്തതിക്കോ ന്യായപ്രമാണത്തിലല്ല വിശ്വാസത്തിൻ്റെ നീതിയാലല്ലോ ലഭിച്ചത്. ലോകാവകാശിയാകുമെന്ന വാക്തത്വം, ഇത് വളരെ പ്രധാനപ്പെട്ട പോയിന്റ്. ഞാൻ ഇന്നത്തെ ദിവസം ഐ വാസ് സ്പെൻഡിങ് 2 minutes, ഒരുപാട് സമയം ഞാൻ സ്പെൻഡ് ചെയ്ത് ഈ വാക്യത്തിന് മുമ്പ്. ഐ വാസ് റിയലി തിങ്കിങ് ഓഫ് ദിസ് വേർഡ്. ലോകാവകാശി, അതായത് വേൾഡിൻ്റെ അവകാശിയാകും, പ്ലാനറ്റിൻ്റെ അവകാശിയല്ല. അബ്രഹാമിനോട് പറഞ്ഞു, യു ആർ ഗോയിങ് ടു ബിക്കെയിം ദ ഹെയർ ഓഫ് ദിസ് ഓൾ വേൾഡ് സിസ്റ്റം. ഞാൻ ഒരിക്കൽ കൂടെ ഒരു പ്രൊഫസി പറയാൻ പോവാം. നമ്മുടെ അച്ചാച്ചന്മാർ 2020 പ്രവചിച്ചതിൻ്റെ കൂട്ടല്ല, ഇതൊരു വലിയ പ്രവചനമാണ്. ഈ രാജ്യത്തെ, ഈ ലോകത്തെ സകല വേൾഡ് ഇൻഫ്ലുവൻസിങ് സിസ്റ്റത്തിൻ്റെ മുകളിൽ സൺസ് ഓഫ് ഗോഡ് ഒരു ദിവസം വരും. സൺ ഓഫ് ഗോഡ് വരും. അതായത് the creations, the all systems, they are not waiting for the manifestation of Jesus. They are waiting for the manifestations of the sons of God. ഇവിടുത്തെ പൊളിറ്റിക്സിൻ്റെ ടോപ്പിൽ, എക്കണോമിക്സിൻ്റെ ടോപ്പിൽ, മീഡിയയുടെ ടോപ്പിൽ, എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൻ്റെ ടോപ്പിൽ, ബിസിനസ് വേൾഡിൻ്റെ ടോപ്പിൽ, എൻ്റർടൈൻമെൻറ്റ് വേൾഡിൻ്റെ ടോപ്പിൽ, ഇവിടുത്തെ എല്ലാ ഇൻഫ്ലുവൻസിങ് ഫാക്റ്റിൻ്റെ മുകളിൽ ഒരു ദിവസം സൺസ് ഓഫ് ഗോഡ് വിൽ കം അപ്പോൺ. ദൈവത്തിൻ്റെ പുത്രന്മാർ വന്നിരിക്കും. ഹോളിവുഡിൻ്റെയും ബോളിവുഡിൻ്റെയും ഇവിടുത്തെ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെയും സ്പോർട്സ് സാമ്രാജ്യത്തിൻ്റെയും ഒക്കെ ടോപ്പിൽ, അതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന, അതിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ദൈവപുത്രന്മാർ വന്നിരിക്കും. ദിസ് ഈസ് എ പ്രൊഫസി. ഇതാണ് ദൈവത്തിൻ്റെ പദ്ധതി. അല്ലാതെ ഇതൊന്നും യേശു വരുന്നതും കാത്തിരിക്കുകയല്ല. നമ്മുടെ ആളുകളെ ഈ ചർച്ച് സത്യം പറഞ്ഞാൽ മൊത്തം തെറ്റി. എനിക്കിപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇവരെയൊക്കെ നമ്മൾ തിരുത്തുന്നതിന് അപ്പുറത്ത് പോയി. ഇപ്പം നമ്മുടെ ഈ കൊറോണ ബാധിച്ചപ്പോൾ ഈ കാലത്ത് മനുഷ്യൻ കൺട്രോൾ ചെയ്യുന്നതിന് അപ്പുറത്തായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞ് ഓരോരുത്തന് ബോധം ഉണ്ടെങ്കിൽ വന്ന് പരിശോധനയ്ക്ക് വരും എന്ന് പറഞ്ഞാൽ നിന്നെയൊക്കെ തേടി വരാൻ വലിയ പാടാണ്. വേണമെങ്കിൽ വന്ന് പരിശോധിച്ച് നോക്കുന്നുണ്ടോ എന്ന്, അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് എത്തുക. അപ്പോൾ ഇനി ഞാൻ ചർച്ചിനെ പോയിട്ട് ഇവിടെ വലിയ സ്രാവുകൾ ഇരിക്കുന്നതിനകത്ത് ഞാനൊരു നെത്തോലിയുടെ അടുക്ക പോലെ അത്രയും വന്നിട്ട് പറയുമ്പോൾ ആളുകൾ അംഗീകരിക്കണമെന്ന് എനിക്കില്ല. പക്ഷേ ഇത് സത്യമാണ്. ഇവിടുത്തെ ചർച്ച എന്ന് പറയുന്നത് ചർച്ചിൻ്റെ മൂല്യമേ പോയി. ചർച്ച് എന്തിനാണെന്ന് പോലും അറിയാതെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും നാളായിട്ട് 4-5 ദിവസമായിട്ട് 3-4-5 മാസമായിട്ട് ഒരു പാട്ടും ആരാധനയില്ലാച്ചിട്ടും കർത്താവ് സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കിയില്ല, കർത്താവ് ഭൂമിയെ നശിപ്പിച്ചുമില്ല. സത്യത്തിൽ ഭയങ്കര ഹാപ്പിയായി. സൗണ്ട് പൊല്യൂഷൻ മാറി, ഒരുപാട് സഹോദരങ്ങളുടെയൊക്കെ ചെവിയൊക്കെ റെസ്റ്റോറായി, ഒത്തിരി നല്ല നല്ല കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും.
പിന്നെ ഒരുപാട് ആളുകൾ, ഒരുപാട് പാസ്റ്റേഴ്സിൻ്റെയൊക്കെ ജീവിത വരുമാനമൊക്കെ പോയി. അത് വേറൊരു സങ്കടമാണ്, അത് വേറെ കാര്യം. അതുകൊണ്ട് ഈ വിശ്വാസികൾ അവരുടെ പാസ്റ്റേഴ്സിനെയൊക്കെ എന്തെങ്കിലും പോയി ഹെൽപ്പ് ചെയ്യണം കേട്ടോ. നിശ്ചയമായിട്ട് നിങ്ങൾ ചെയ്യണം. കർത്താവിൻ്റെ വേലക്കാർ അവരുടെ ചിലർ അന്നേരം പറയാൻ വാർക്കപ്പണിക്ക് പോയിക്കൂടെ. എൻ്റെ പൊന്നുമോനെ, ഞാൻ ചെയ്യുന്ന ജോലി നീ ചെയ്യാമോ? നീ ചെയ്യുന്ന വാർക്കപ്പണി ഞാൻ ചെയ്യാം. നീ ചെയ്യാൻ പറ്റുമോ? ഈ ആൾ, ഞാൻ കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ പറഞ്ഞിട്ട്, ഇവനൊക്കെ വേറെ പണിയൊന്നുമില്ല, ഇവൻ വാർക്കപ്പണി. ഇവിടെ പറഞ്ഞ എന്നെ വാർക്കപ്പണിയൊക്കെ ചെയ്യുന്ന ഒരാളുടെ മോൻ തന്നെ ഞാൻ. എനിക്കറിയാം എന്തോ ചെയ്യുന്നത്, ഞാൻ ചെയ്യാം. പക്ഷെ ഞാൻ ചെയ്യുന്ന കാര്യം നീ ചെയ്യൂ. ഞാൻ എടുക്കുന്ന പോലെ നിനക്ക് ഒരു കാര്യത്തെ പഠിക്കാനായിട്ട് നീ സമയം എടുക്കും. നിനക്ക് ചുണയുണ്ടോ? പറ്റത്തില്ല. നമുക്ക് കളിയാക്കാൻ പറ്റും. ഇതൊരു വലിയ ജോലിയാണ്. സുവിശേഷ വേല എന്ന് പറയുന്നത് ഉഴപ്പന്മാരുടെ ജോലി. അത് വിട്ടേര്. അത് കൃത്യമായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വളരെ കഠിനമായ ജോലി തന്നെയാണ്. എത്ര മണിക്കൂർ ബൈബിൾ വായിക്കണം, എത്ര മണിക്കൂർ വേണമെന്നറിയാം. ഏറ്റവും കുറഞ്ഞ ഒരു 7-8 മണിക്കൂറെങ്കിലും തിരുവെഴുത്തിൻ്റെ മുമ്പിൽ നമ്മൾ ചെലവിടുക ഡെയിലി. ഏറ്റവും കുറഞ്ഞത് പ്രാർത്ഥനയ്ക്കും ബൈബിൾ ധ്യാനത്തിനും കൂടെ ഏറ്റവും കുറഞ്ഞത് 7-8-9 മണിക്കൂറെങ്കിലും വേണം ഒരു ദിവസം. അല്ലാതെ നമ്മളിങ്ങനെ അങ്ങനെ അല്ല. സോ ഞാനീ പറഞ്ഞു വരുന്നത്, ദൈവത്തിൻ്റെ സഭ എന്ന് പറയുന്നത് ഒറിജിനിലേക്ക് തിരിച്ചു വരിക. അപ്പം ഞാൻ ഇവിടുത്തെ വാക്യത്തിലേക്ക് വരിക. ലോകാവകാശിയാകും എന്നത്, ലോകാവകാശിയാകും എന്ന വാക്തത്വം അബ്രഹാമിനോ അവൻ്റെ സന്തതിക്കോ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാലല്ല. ഞാൻ ഈ ദൈവരാജ്യത്തിൻ്റെ ബേസിൽ ഇതെങ്ങനെ വിശദീകരിക്കുമെന്ന് ഇത് ഭയങ്കര ടഫാണ് ഇത് വിശദീകരിക്കാൻ, മനസ്സിലാക്കാൻ. കുറേ ഞാൻ ഒരുപാട് യാത്ര ചെയ്യേണ്ടി വരും. ഞാൻ ഒരുപാട് പോകാതെ വളരെ സിമ്പിളായിട്ടൊന്ന് പറയാൻ പോകും. അത് എത്ര പേർക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഐ എം ട്രൈങ് മൈ ലെവൽ ബെസ്റ്റ് ടു എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. ഈ 15-ാം അധ്യായം ഉൽപ്പത്തിയിൽ ദൈവം അബ്രഹാമിനെ വെളിപ്പെട്ടിട്ട് ആകാശത്തിലെ നക്ഷത്രങ്ങളെ കാണിച്ചു. ഞാൻ നിങ്ങളത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ആകാശത്തിലെ നക്ഷത്രങ്ങളെ വായിച്ചു നോക്കാനാണ് പറഞ്ഞത്. അതായത് അവർ ഈ അസ്ട്രോളജിക്കൽ അറിവുള്ള ആളുകളാണ് ഈ മെസപ്പൊട്ടോമിയ ആളുകളെല്ലാം. അസ്ട്രോളജി എന്ന് പറഞ്ഞാൽ ഈ നക്ഷത്രങ്ങളിലെ സോഡിയാക് സയൻസിനെ കാര്യമായിട്ട് അറിയാവുന്ന ആളുകൾ. ഇതിനകത്തൊരു 12 തരത്തിലെ സയൻസ് ഉണ്ട്. ഈ 12 സയൻസിനെ വായിച്ചു നോക്കുന്ന കപ്പാസിറ്റി ആ മെസപ്പൊട്ടോമിയൻ സംസ്കാരം. അത് കഴിഞ്ഞാണ് ഇവിടെ നമ്മുടെ ഇന്ത്യയിലൊക്കെ ജ്യോതിഷം എന്നൊക്കെ പറഞ്ഞ സാധനം വന്നത്. ഇതൊരു ഒരു ഒരു റിയാലിറ്റി, അതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ യാഥാർത്ഥ്യമായ കുറച്ച് കാര്യങ്ങൾ അതിനകത്തുണ്ട് ഈ സോഡിയാക് സയൻസിനകത്ത്. ഈ മനുഷ്യൻ്റെ ബർത്തുമായിട്ടുള്ള ഒരുപാട്, ഞാനതിപ്പം തിരിച്ചങ്ങോട്ട് പോകുന്നില്ല. കാരണം നമ്മൾ ന്യൂ ബർത്ത് ആയതുകൊണ്ട്, നമ്മൾ പുതിയ വീണ്ടും ജന്മം വന്നതുകൊണ്ട് ഈ സാധനം ഈ ഒറിജിനലല്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഞാനീ പറഞ്ഞത് വളരെ ശ്രദ്ധിക്കുക. നോർമലി ഒരു മനുഷ്യൻ ഇന്ന സ്റ്റാറിൻ്റെ അല്ലെങ്കിൽ ഇന്ന സോഡിയാക് സൈൻ്റെ, ഈ ഭൂമിയും സൂര്യനുള്ള ഈ ഓരോ സൈനിൽ മനുഷ്യൻ ജനിക്കുന്നവർക്ക് ഓരോ പ്രത്യേക നേച്ചർ ഉണ്ടാകുമെന്ന് തെളിയിക്കപ്പെട്ടൊരു സയൻസ് തന്നെ ഉണ്ട് അതിനകത്ത്. അത് അന്ധവിശ്വാസമൊന്നുമല്ല കേട്ടോ, ഒരു സയൻസ് തന്നെയാണ്. കാരണം അതിന് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ ആസ് എ ചൈൽഡ് ഓഫ് ഗോഡ്, ബോൺ ഓഫ് ഗോഡ്, നോ ഇൻഫ്ലുവൻസ്. അതാണ് നമ്മുടെ പ്രത്യേകത. വീണ്ടും ജനിച്ച ദൈവപൈതലിന്, കർത്താവിൽ നിന്ന് പിറന്നവർക്ക് ഒരിക്കലും ഈ സോഡിയാക് സയൻസിൻ്റെ ഒരു നക്ഷത്രങ്ങളുടെയോ ഒരു രാശിയുടെയോ ഒരു നാളിൻ്റെ ഒന്നും ഒരു ഇൻഫ്ലുവൻസും ഇല്ല. കാരണം വി ആർ നോട്ട് ബോൺ ഓഫ് ദിസ് വേൾഡ്, വി ആർ ബോൺ ഓഫ് ഹെവൻ. നമ്മൾ സ്വർഗത്തിൽ ജനിച്ചവരാണ്, ദൈവത്തിൽ നിന്ന് പിറന്നവരാണ്. അതുകൊണ്ട് ഈ സംഭവങ്ങളെക്കുറിച്ച് ഭയപ്പെടുകയേ വേണ്ട, ആവശ്യമില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട. പക്ഷേ ഈ നക്ഷത്രങ്ങളെ വായിച്ചു നോക്കാൻ പറയാം. നക്ഷത്രങ്ങളെ വായിച്ചു നോക്കിയപ്പോൾ വിർഗോയിൽ തുടങ്ങി ലിയോയിൽ അവസാനിക്കുന്ന സോഡിയാക് സയൻസാണ്. വിർഗോയിൽ ആരംഭിക്കുന്നു, അതായത് ഒരു കന്യകയിൽ ആരംഭിച്ചിട്ട് സിംഹത്തിൽ അവസാനിക്കുന്നതായ 12 സോഡിയാക് സയൻസ്. വാസ് റീഡിങ് ഓൾ ദീസ് തിങ്സ്. അദ്ദേഹത്തോട് എണ്ണി നോക്കാനല്ല പറഞ്ഞത്, നിന്റെ സന്തതികൾ ഇവണ്ണമാവുമെന്നല്ല, നിന്റെ സന്തതി ഇവണ്ണമാവുമെന്ന്. നിങ്ങൾക്ക് മനസ്സിലാകുന്നു, സന്തതി, ദീസ് ആർ ദ ഇൻഫ്ലുവൻസിങ് ഫാക്ട്. ഇതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്റ്റുകളാണ്. ദൈവം പറയാണ് ഈ അതുകൊണ്ടാണ് നക്ഷത്രങ്ങളെ അടയാളങ്ങളാക്കി വെച്ചിരിക്കുന്നു എന്ന് 31 പറഞ്ഞത്. നക്ഷത്രങ്ങളെ അടയാളം എന്ന വാക്കിൻ്റെ അർത്ഥം ഓത്ത് എന്ന വാക്കിൻ്റെ ഹീബ്രു പദത്തിൽ അലെഫ് വാവ് തൗ. ആലേഫ് എന്ന് പറഞ്ഞാൽ സാക്രിഫിഷ്യൽ ആനിമൽ അല്ലെങ്കിൽ ബുള്ളോക്ക് എന്ന് പറയും. തൗ എന്ന് പറഞ്ഞാൽ ക്രോസ് എന്നാണ്. വാവ് എന്ന് പറഞ്ഞാൽ ആണി എന്നാണ്. ഇത് ശ്രദ്ധിക്കുക, ഇത്രയേ ഉള്ളൂ. വാവ് അല്ലെങ്കിൽ അലെഫ് വാവ് തൗ, ഇതാണ് അടയാളം. ഈ അടയാളം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്. ആലേഫ് എന്ന് പറഞ്ഞാൽ സാക്രിഫിഷ്യൽ ആനിമൽ ഓൺ ദ ക്രോസ് ഇൻ എണ്ണയിൽ, അതായത് ഒരു ആണിയിൽ സാക്രിഫിഷ്യൽ ആനിമൽ ക്രൂശ്. ഇതാണ് സൈൻ. ഈ സൈൻ എവിടെ ഉണ്ടെന്നാ? നക്ഷത്രങ്ങളെ അടയാളങ്ങളാക്കി വെച്ചിരിക്കുന്നതാണ്, കാലത്തിനായും അടയാളത്തിനായി.
ഇറ്റ് ഈസ് ടു മച്ച് ടു ഹോൾഡ്. സോ അപ്പം എനിക്ക് തോന്നുന്നു ഏബ്രഹാം വാസ് റീഡിങ് ഓൾ ദീസ് തിങ്സ് ആൻഡ് ഹി സോ ദാറ്റ് ദ വിർഗോ ഇസ് ദെയർ, ഫൗണ്ട് ദാറ്റ് ദ ലിയോ ഇസ് ദർ, ലിയോ ഇസ് ദ കിങ്. ലിയോ എന്ന് പറഞ്ഞാൽ ലയണാണ്. വെളിപ്പാട് പുസ്തകത്തിൽ യേശുവിനെ വെളിപ്പെടുത്തുന്നത് ലയൺ ഓഫ് ജൂഡ. മാത്യുവിൽ യേശുവിനെ വെളിപ്പെടുന്നത് കന്യകയിൽ ജനിച്ച പുത്രൻ. അപ്പം ബൈബിളിലെ യേശുക്രിസ്തുവിൻ്റെ അവതാരം, യേശുക്രിസ്തുവിൻ്റെ ജീവിതം, യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ, യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണം, ഉയർപ്പ്, മറുവിലയായി ലോകത്തിന് മാറുന്നത്, നീതീകരണം, എല്ലാം ഈ സയൻസിനകത്ത് കിടപ്പുണ്ട്. അതായത് ഈ നക്ഷത്രങ്ങളിൽ കിടപ്പുണ്ട്. ഈ നക്ഷത്രങ്ങളിൽ കിടന്ന് ഇത് വായിച്ചു നോക്കുക. അപ്പോൾ ഏബ്രഹാം ബിലീവ്ഡ് ഓൺ ഗോഡ് എന്നാണ്. ഇത് ഞാൻ അതിൻ്റെ ഒറിജിനൽ ഹീബ്രുവിൽ നിങ്ങൾ പഠിച്ചാൽ മനസ്സിലാകുന്നത് ദ ഓൾമൈറ്റി ഗോഡ് അല്ലെങ്കിൽ സർവശക്തനായ എലോഹീം അബ്രഹാം യഹോവയിൽ വിശ്വസിച്ചു എന്നാണ് നമ്മുടെ മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ കൊടുക്കുന്നത്. ദൈവം അബ്രഹാമിനെ വിശ്വസിപ്പിച്ചു എന്നാണ്. God caused him to believe. God caused him to believe. ദൈവം അവനെ വിശ്വസിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഇത് കാട്ടിക്കൊടുത്തു. ദാണ്ടേ നിന്റെ സന്തതി ജനിക്കാൻ പോവുക കന്യകയിൽ, നിന്റെ സന്തതി രാജാവാകാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ കിങ്ഡം ഓഫ് ഗോഡ്. അതായത് ദാണ്ടെ ആദാമിന് നഷ്ടപ്പെട്ടു പോയ ഡൊമിനിയനെ തിരിച്ചെടുക്കാൻ ഒരു സന്തതി പിറക്കാൻ പോവുക. ഇറ്റ്സ് നോട്ട് ടോക്കിംഗ് അബൌട്ട് ഐസക്, ഇറ്റ്സ് നോട്ട് ടോക്കിംഗ് അബൌട്ട് ജേക്കബ്, ഇറ്റ്സ് നോട്ട് ടോക്കിംഗ് അബൌട്ട് ദ ജൂയിഷ് കമ്മ്യൂണിറ്റി, ഇറ്റ്സ് ടോക്കിംഗ് അബൌട്ട് ക്രൈസ്റ്റ് ദ സൺ ഓഫ് ഗോഡ്, ദ സീഡ് ഓഫ് എബ്രഹാം. ഗലേഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സ് 26 നിങ്ങൾ വായിച്ചു നോക്ക്. സന്തതി എന്ന യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു. സന്തതി എന്ന ഏകനെ കുറിച്ച് ഇറ്റ്സ് ടോക്കിംഗ് അബൌട്ട് ക്രൈസ്റ്റ്, ദ ഇൻകാർണേഷൻ ഓഫ് ക്രൈസ്റ്റ്, അവന്റെ വളർച്ച, അവന്റെ യാത്ര, അവന്റെ ശുശ്രൂഷ, അവന്റെ മരണം, അടക്കം, ഉയർത്തെഴുന്നേൽപ്പ്, അവന്റെ രാജത്വം. ഇത് മുഴുവൻ ഇതിനകത്ത് ഇത് വായിച്ചിട്ട് ഈ ഒരു പിക്ചർ കാട്ടിക്കൊടുത്തിട്ട് ഗോഡ് കോസ്റ്റ് ഹിം ടു ബിലീവ്. ദൈവം അവനെ വിശ്വസിപ്പിച്ചു. വിശുദ്ധ ബൈബിൾ പറയുന്നു ഇത് വിശ്വസിച്ചപ്പോൾ ദ ബൈബിൾ സേസ് ഗോഡ്, ദൈവം അതവന് നീതിയായി കണക്കിട്ടു. ഞാൻ വലിയൊരു സബ്ജക്റ്റിന്റെ ഒരു ചെറിയ പോയിന്റ് ആയി എന്ന് പറയാം. നീതിയായി കണക്കിട്ടു. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് റൈച്ചസ്നെസ്? The word righteousness is not a religious term. The word righteousness is a legal term. Actually, the word righteousness എന്ന് പറയുന്നത് legal term ആണ്. Legal term. What is the meaning of true righteousness? Righteousness എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? അതായത് റൈറ്റ് പൊസിഷനിങ് ഇൻ ദ കിങ്ഡം, അല്ലെങ്കിൽ റൈറ്റ് പൊസിഷനിങ് വിത്ത് ദ ഗവൺമെന്റ് എന്നാണ്. റൈറ്റ് പൊസിഷനിങ്, റൈച്ചസ്നെസ് എന്ന് പറഞ്ഞാൽ റൈറ്റ് പൊസിഷനിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഈ കോണായി പോയ അല്ലെങ്കിൽ ബെൻഡായി പോയ ഡീവിയേറ്റഡ് ആയി പോയ ഒരു പേഴ്സൺ ഗവൺമെന്റിന്റെ സ്റ്റാൻഡേർഡിലേക്ക് റീപൊസിഷൻ ചെയ്യുന്നതിന്റെ പേരാണ് റൈച്ചസ്നെസ്. Abraham believed in God and God count him as a righteous. ദൈവം ഭൂമിയിൽ ആദ്യമായിട്ട് ഒരാളെ ദൈവം തെരഞ്ഞെടുത്തിട്ട് അവനെ രാജ്യത്തിന്റെ സ്റ്റാൻഡേർഡിലേക്ക് റീപൊസിഷൻ ചെയ്തു. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. രാജ്യത്തിന്റെ സ്റ്റാൻഡേർഡിലേക്ക് റീപൊസിഷൻ ചെയ്തു ഒരാളെ. അദ്ദേഹത്തിന്റെ പേരാണ് എബ്രഹാം. ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് റൈച്ചസ്നെസ്. എന്തിനാണ് അദ്ദേഹത്തെ റൈച്ചസ്നെസ് ആക്കിയെന്ന് അറിയാമോ? ലോകാവകാശിയാകുമെന്ന വാക്തത്വം. ആകുമെന്ന വാക്തത്വം മുമ്പിലുള്ളത് കൊണ്ട് ഇദ്ദേഹത്തെ എന്ത് ചെയ്യണം? ആദ്യം ഗോഡ് ഹാസ് ടു മേക്ക് ഹിം പൊസിഷനലി പെർഫെക്റ്റ് വിത്ത് ദ ഗവൺമെന്റ് ഓഫ് ഹെവൻ. സ്വർഗീയ ഗവൺമെന്റിന്റെ നിലവാരത്തിനനുസരിച്ച് അവനെ റീപൊസിഷൻ ചെയ്തു. അതായത് റൈറ്റ് പൊസിഷനിങ് ഈസ് റൈച്ചസ്നെസ്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ വിശ്വാസത്താൽ ഈ ആളിനെ ദൈവത്തിന്റെ ഗവൺമെന്റിന്റെ മുമ്പിൽ റൈറ്റ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ നിവര നിൽക്കാൻ എന്ന് പറഞ്ഞാൽ വിതൗട്ട് എനി ബെൻഡ്, വിതൗട്ട് എനി ബ്ലെമിഷ്, ഹി ഈസ് റൈറ്റ്ലി പൊസിഷൻഡ് ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്.
That means Abraham became the first citizen of the kingdom of God. ആദാമിന്റെ വീഴ്ചയ്ക്ക് ശേഷം ദൈവത്തിന് ആദ്യമായിട്ട് കിട്ടിയ ഒരു സിറ്റിസൺ ആണ്. സിറ്റിസൺ. ആ വേർഡ് സോ പവർഫുൾ ആകട്ടോ. സിറ്റിസൺ എന്ന് പറയുന്ന വേർഡ് ഇസ് എ കിങ്ഡം വേർഡ്. കിങ്ഡം വേർഡ്. ദാറ്റ്സ് എ ഗവൺമെന്റൽ വേർഡ്. റീപൊസിഷനിങ്, ദാറ്റ് ഈസ് റൈച്ചസ്നെസ് ബൈ ഫെയ്ത്ത്. എന്തിൻ്റെ മേലുള്ള ഫെയ്ത്ത്? ദ ബർത്ത് ഓഫ് ജീസസ്, ministry of Jesus, death of Jesus, resurrection of Jesus, and the reigning of Jesus. കന്യകയിൽ ജനിച്ച് മഹാരാജാവായി അല്ലെങ്കിൽ യഹൂദ ഗോത്രത്തിലെ സിംഹമായിരിക്കുന്ന രാജാവിനെ കുറിച്ചുള്ള ഈ റെവലേഷൻ വാസ് ടോക്കിംഗ് അബൌട്ട് ദ കിങ്ഡം. He believed in this truth. He was reading the story of heaven. The story വായിക്കുകയായിരുന്നു. മത്തായി, മർക്കോസും ലൂക്കോസും യോഹന്നാനും സുവിശേഷം എഴുതുന്നതിന് മുമ്പ് ദൈവം വിശേഷത്തെ നക്ഷത്രങ്ങളിൽ എഴുതി വെച്ചിരിക്കുകയാണ്. വായിച്ചു നോക്കിയത് അവന് നീതിയായി കിടക്കട്ടെ. ഗോഡ് മേക്ക് ഹിം ദ ഫസ്റ്റ് സിറ്റിസൺ ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. ഏബ്രഹാം ആണ് ഭൂമിയിലെ ആദം കഴിഞ്ഞുള്ള ആദ്യത്തെ സിറ്റിസൺ. സിറ്റിസൺ ഇസ് ഡിഫറെന്റ് ഫ്രം ദ സബ്ജക്ട്സ്. പ്രജകൾ വേറെയാണ്, പൗരൻ വേറെയാണ്. സിറ്റിസൺ എന്ന് പറയുന്നത് ഒരു ലീഗൽ പേഴ്സൺ ആണ്. I want to tell you again, listen to me. There's a difference between Christian and citizen. ഞാൻ എപ്പോഴും പറയാറുണ്ട്, I am not a Christian. I am not a Christian. I am not a Christian. ചില ആളുകൾ എന്നോട് പറയും, ഇവൻ നേരത്തെ പറഞ്ഞു ഞാൻ പെന്തിക്കോസ്ത് അല്ല, ഇപ്പൊ പറഞ്ഞ ക്രിസ്ത്യാനി അല്ല, ഇപ്പൊ പിന്നെ നീ ആരാടാന്ന് എന്നോട് ചോദിക്കും. ഞാൻ പറയാം, I am not a Christian. Christian, the word Christian is not given by Jesus. It's not given by apostles. The word Christian എന്ന വേർഡ് ഈ യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് ലഭിച്ചത് പാഗൺ പീപ്പിൾ ആണ്. അതായത് അന്ത്യോക്യയിലുള്ള, എൻ്റെ ഭാഷയെ പറഞ്ഞാൽ അന്ത്യോക്യയിലെ മാടക്കടയിലെ തട്ടിലിരുന്ന് ചായ കുടിച്ചുകൊണ്ടിരുന്നവന്മാർ യേശുവിൻ്റെ ശിഷ്യന്മാരെ കണ്ടപ്പോൾ അവിടുത്തെ അന്യമതക്കാർ വിളിച്ച പേരാണ് ക്രിസ്ത്യൻ. അന്യജാതിക്കാർ നമുക്കിട്ട പേര് ക്രിസ്ത്യനാണ്. നമ്മൾ അതിനെ അങ്ങ് ഗസറ്റഡി കൊടുത്ത് നമ്മുടെ സ്വന്തം പേരാക്കി. ദ വേർഡ് ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാൽ, ക്രിസ്ത്യൻ എന്ന് പറയുന്ന ആള് റിലീജിയസ് ക്രീച്ചറാണ്. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ തന്നെ അവൻ ഒരു മതത്തിൻ്റെ ഒരു ജന്തുവാണ്, ഒരു മതജീവിയാണ്. അവൻ കണ്ടില്ലേ, അവൻ എപ്പോഴും പ്ലീഡിങ് ആണ്. അവൻ വർഷിപ്പിംഗ്, പൂജ വിളിക്കുന്നു, കരയുന്നു, നിലവിളിക്കുന്നു, എന്നെ സഹായിക്കണേന്ന് പറയുന്നു. അയ്യോ എന്നോട് കാരണം തോന്നണേ. സിറ്റിസൺ എന്ന് പറഞ്ഞാൽ ലീഗൽ പേഴ്സൺ ആണ്. നിങ്ങൾക്കറിയാം സിറ്റിസൺസിൻ്റെ പവർ എന്ന് പറഞ്ഞു. ഇന്ത്യയിലെ സിറ്റിസണായ നിങ്ങൾക്ക് യു ഹാവ് ദ റൈറ്റ് ടു സീ ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. യു ഹാവ് ദ റൈറ്റ്. ഇപ്പം നിങ്ങളൊരാൾ പറയും എനിക്ക് പ്രൈം മിനിസ്റ്ററെ കാണണം എന്ന് പറഞ്ഞാൽ, അക്കോർഡിംഗ് ടു ദ ലെജിസ്ലേറ്റീവ് റൂൾ he cannot deny it. ഇപ്പം നിങ്ങൾക്ക് പ്രസിഡന്റിനെ കാണണം, ഇന്ത്യൻ പ്രസിഡന്റിനെ എനിക്ക് കാണണം എന്ന് ഞാൻ പറയുമ്പോൾ നിയമത്തിന്, ഇന്ത്യയുടെ ഭരണഘടന വെച്ച് അതിനെ എതിർക്കാൻ ഈ പ്രപഞ്ചത്തിൽ ഇന്ത്യയിൽ ആർക്കും പറ്റില്ല. കാരണം സിറ്റിസൺ എന്ന് പറഞ്ഞ ഒരു ലീഗൽ പേഴ്സൺ ആണ്. he can directly go to the president. he can go and see prime minister. he cannot, നിയമം വെച്ച്, ഇപ്പോഴത്തെ നിയമം, ഇപ്പം നിയമങ്ങളൊന്നും അനുസരിക്കുന്നവരില്ലാത്തതുകൊണ്ട് എനിക്കറിയത്തില്ല, പക്ഷെ നിയമത്തെ അനുസരിക്കുന്ന ഒരു ഭരണാധികാരിയാണെങ്കിൽ ഒരു സിറ്റിസൺസിൻ്റെ ആവശ്യത്തെ നിറവേറ്റിയേ പറ്റൂ. കാരണം സിറ്റിസൺ ഒരു സ്ലേവ് അല്ല. സിറ്റിസൺ ഇസ് എ ലീഗൽ പേഴ്സൺ. ക്രിസ്ത്യൻ ഈസ് എ റിലീജിയസ് ക്രീച്ചർ. അപ്പം നമ്മുടെ ചർച്ചിനകത്ത് ക്രിസ്ത്യാനികളല്ല വരേണ്ടത്, നമ്മുടെ ചർച്ചിനകത്ത് സിറ്റിസൺസാണ് വരേണ്ടത്. കാരണം ചേർച്ച്, എക്ലീഷ്യ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സിറ്റിസൺസ് റൂളിംഗ് അസംബ്ലി എന്നാണ്. ക്രിസ്ത്യൻസ് റൂളിംഗ് അസംബ്ലി എന്നല്ല, സിറ്റിസൺസ് റൂളിംഗ് അസംബ്ലി എന്നാണ് ചർച്ചിനെ കുറിച്ച് പറയുന്നത്. എനിക്ക് ബഹുമാന്യരായ സഹോദരങ്ങളെ, നിങ്ങളും ഈ ക്രിസ്ത്യൻ എന്ന ആ മതജീവിയായിരിക്കുന്ന നിങ്ങൾ പൗരൻ എന്ന അവകാശിയുടെ പദത്തിലേക്ക് എത്തണം. അതുകൊണ്ടാണ് നമ്മൾ 2-3 പേർ എൻ്റെ നാമത്തിൽ ഇവിടെ കൂടി അവരുടെ നടുവിൽ ഞാനുണ്ട്. 2 പേർ ഭൂമിയിൽ ഏത് കാര്യത്തിന് ഐക്യമത്യപ്പെട്ടാൽ
അതൊക്കെ അതിൻ്റെ അത് മുഴുവൻ കിങ്ഡം ടൈമാണ്. ഇത് മുഴുവൻ ദൈവരാജ്യത്തിൻ്റെ ഫംഗ്ഷനാണ്. 2 സിറ്റിസൺസ് ഒരുമിച്ച് ഒരു കാര്യത്തിൽ എഗ്രി ചെയ്താൽ, അക്കോർഡിംഗ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഇതനുസരിച്ച് എഗ്രി ചെയ്താൽ ഹെവൻ അതിനെ ഗ്രാൻഡ് ചെയ്യുന്നു. 2 പേരുടെ കൈയോട് കൈ കൊടുത്ത് കരഞ്ഞാലെന്നല്ല. എഗ്രീങ് ടുഗദർ എന്ന് പറഞ്ഞാൽ 2 പേരും കൂടെ ചേർന്ന് ആ നിയമത്തെ യു ആർ ടേക്കിംഗ് ടുഗദർ എന്ന് പറഞ്ഞ് 2 സിറ്റിസൺസ് ഹെവനിൽ അത് ഡിമാൻഡ് ചെയ്താൽ ഇറ്റ് വിൽ ബി ഗ്രാൻഡഡ് എന്നാണ്. ഐ ആം നോട്ട് എ റിലീജിയസ് ക്രീച്ചർ, ഐ ആം എ സിറ്റിസൺ, ഐ ആം എ ലീഗൽ പേഴ്സൺ. സോ ദ വേൾഡ് cannot do anything. I am from another world. നിങ്ങളുടെ മൈൻഡ് സെറ്റ് അങ്ങനെ മാറണം. നിങ്ങളുടെ മനസ്സ്, നിങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്യണം. നിങ്ങളുടെ മനസ്സിനെ വീണ്ടും റിന്യൂ ചെയ്യണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ദ ബൈബിൾ സേസ് ഏബ്രഹാമിനെ ദൈവം ആരാക്കി? റൈച്ചസ്. റൈച്ചസ് മീൻസ് റൈറ്റ് പൊസിഷനിങ്, നോട്ട് ബൈ വർക്ക് ബട്ട് ബൈ ഫെയ്ത്ത്. എന്നിട്ട് എന്താ പറഞ്ഞേക്കുന്നത്? ലോകാവകാശി, വേൾഡ് സിസ്റ്റത്തിന്റെ അവകാശി. അബ്രഹാമിന്റെ പുത്രന്മാര് വേൾഡ് സിസ്റ്റത്തിന്റെ അധികാരിയാണ്. നിങ്ങൾക്കറിയാമോ, അബ്രഹാമിന്റെ ജഡപ്രകാരം ജനിച്ച പുത്രന്മാർ, അതായത് നാച്ചുറൽ ഇസ്രായേൽ, നിങ്ങൾക്കറിയാം, അവരായിരുന്നു ലോകത്തിലെ 85% ഓഫ് സയന്റിസ്റ്റ്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇന്നത്തെ എല്ലാ സാമഗ്രികളും, മിക്കവാറുള്ള എല്ലാ ഇലക്ട്രോണിക് ഐറ്റംസും, മിക്കവാറുള്ള എല്ലാ പ്രോമനൻ്റ് ആയിട്ടുള്ള കണ്ടുപിടുത്തങ്ങളും ഭൂമിക്ക് സംഭാവന ചെയ്തത് അബ്രഹാമിന്റെ ജഡത്തിൽ ജനിച്ച സന്തതികളാണ്. ജഡത്തിൽ സ്കൂളിൽ ചേർത്തിട്ട്, പിള്ളേരെ സ്കൂളിൽ ചേർത്തിട്ട് മാറ്റാം. ഓക്കെ, ജഡത്തിലെ സന്തതി. നിങ്ങൾക്കറിയാം, അബ്രഹാമിന്റെ ജഡത്തിൽ ജനിച്ച സന്തതികളാണ് നമ്മളിപ്പോൾ എന്താ ഇലക്ട്രിസിറ്റി, വാട്ട് എവർ ദ തിങ്സ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു അതെല്ലാം, അതിൻ്റെ എല്ലാം പിറകിലെ കരങ്ങൾ, ബുദ്ധി യഹൂദൻ്റെ കയ്യിലാണ്. ഇന്നും അവർ തന്നെയാണ് ടോപ്പ് മോസ്റ്റ് സയൻറ്റിസ്റ്റ് ഇൻ ദ വേൾഡ്. എന്താണ് കാരണം? യുവർ സൺസ് ആർ ഗോയിങ് ടു റൂൾ ദ വേൾഡ്. പക്ഷെ നിർഭാഗ്യവശാൽ അവർക്ക് ക്രൈസ്റ്റിനെ സ്വീകരിക്കാൻ പറ്റിയില്ല. ബട്ട് താങ്ക് ഗോഡ്, നൗ thousands and thousands of Jewish people are in the kingdom of God. അവർ ഓൾറെഡി ഇഷ്ടംപോലെ മെസ്സിയാനിക് ജ്യൂസ് ഇന്നും കർത്താവിൻ്റെ സഭയ്ക്കകത്ത് വന്നു. ഗോഡ് ഈസ് അഗെയിൻ, വീണ്ടും അതിനെ ദൈവം പുനഃസ്ഥാപിച്ചുകൊണ്ടിരിക്കുക. സോ ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഈ അവകാശിയാക്കും എന്നതാണ്. ഇനി ഞാൻ ഇച്ചിരിയുടെ ബാക്കിലേക്ക് പോകും. ഇത് ഞാൻ ആദ്യമായിട്ട് എടുക്കുന്ന ക്ലാസ്സാണ്. ഇത് വളരെ പ്രധാനമായിട്ട് ആദ്യമായിട്ട് ഈ വിഷയത്തെ നിങ്ങളുടെ മുമ്പിൽ പറയാം. ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു വാട്ട് ഈസ് സിൻ. സിൻ ഓഫ് ദ വേൾഡ്. സിൻ ഓഫ് ദ വേൾഡ്. സിൻ ഓഫ് ദ വേൾഡ് എന്താന്ന് ഞാൻ പറഞ്ഞു. ലോകത്തിൻ്റെ പാപം. ലോകത്തിൻ്റെ പാപം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിൻ്റെ പ്രകാശത്തിൻ്റെ റൂളർഷിപ്പിൽ നിന്ന് ഇരുളിൻ്റെ റൂളർഷിപ്പിലേക്ക് മനുഷ്യൻ മാറിയതാണ്. അല്ലെങ്കിൽ ദ കറപ്ഷൻ ഓഫ് ദ വേൾഡ് സിസ്റ്റമാണ് സിൻ ഓഫ് ദ വേൾഡ്. ഇറ്റ് ഹാസ് ഹാപ്പൻഡ് ബൈ ദ ട്രീസൺ, by the rebellion against the high government, heavenly government. സ്വർഗീയ ഗവൺമെന്റിന്റെ നേരെയുള്ള മനുഷ്യന്റെ മത്സരമായിരുന്നു ആ ഏറ്റവും വലിയ ട്രീസൺ, ആ ഏറ്റവും വലിയ രാജ്യദ്രോഹ കുറ്റം. ഇറ്റ് ഈസ് എ വലിയ തെറ്റാണ്. പഴം തിന്നുന്നതല്ല ഇവിടുത്തെ തെറ്റ്. നമ്മൾ ഇനി നമ്മുടെ ശ്രദ്ധ ഇച്ചിരി കൂടെ ഒന്ന് കൊണ്ടുപോകണം. നിങ്ങളാരും ബോറടിക്കുന്നില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ഒന്ന് ഹല്ലേലൂയ പറയിക്കാൻ പറ്റത്തില്ലല്ലോ. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഡാർക്ക്നെസ്? ഡാർക്ക്നെസ് മീൻസ് ഇഗ്നോറൻസ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ലൈറ്റ്? ലൈറ്റ് മീൻസ് നോളജ്. ലൈറ്റ് എന്ന് പറയുന്ന നോളജും ഡാർക്ക്നെസ് എന്ന് പറയുന്ന ഇഗ്നറൻസുമാണ്. ദ പീപ്പിൾ ദോസ് ഹു ആർ ലിവിങ് ഇൻ ദ വേൾഡ്, ദേ ഹാവ് PhD, വലിയ 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 ഡിഗ്രി ഉണ്ട്, ബട്ട് ദേ ഡോണ്ട് ഹാവ് ദ ലൈറ്റ്. ദൈവം അവരോട് പറയും, ദേ ആർ ഡാർക്കൺഡ്, ഹൈലി എഡ്യൂക്കേറ്റഡ് ഡാർക്കൺഡ് പീപ്പിൾ. വലിയ വലിയ വിദ്യാഭ്യാസമുള്ള ഇരുളിൽ ജീവിക്കുന്ന അജ്ഞർ. ദേ ഡു നോട്ട് നോ വാട്ട് ഈസ് എ റിയൽ ട്രൂത്ത്. ദേ ഹാവ് ഇൻ്റലിജൻസ് ഉണ്ട്, ബട്ട് ദേ ഡോണ്ട് ഹാവ് ദ വിസ്ഡം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഇരുൾ എങ്ങനെയാണ് വന്നതെന്ന് നോക്കണം. ഇരുൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ബൈബിളിൽ നമ്മൾ ഇനിയും നിങ്ങൾ ബൈബിൾ വായിക്കുമ്പോൾ ഇതിനേക്കാൾ ഒത്തിരി ഒത്തിരി ട്രൂത്ത് നിങ്ങൾക്ക് ലഭിക്കും. ജെനസിസ് ചാപ്റ്റർ 3 സെർപ്പൻ്റ് എന്ന് പറയുന്ന
ആ ഒരു ജന്തു അല്ലെങ്കിൽ പാമ്പ് വരികയാണ്, വന്നിട്ട് സംസാരിക്കുന്നു. നോക്കിയേ, സ്ത്രീയോട് തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിൻ്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ? എന്തിൻ്റെ നേരെയാണ് ആദ്യത്തെ അറ്റാക്ക്? ഇൻഫോർമേഷൻ. നിങ്ങളിത് കുറിച്ചു വെക്കണം. ഇൻഫോർമേഷൻ. ദ ഫസ്റ്റ് അറ്റാക്ക് ഓഫ് ദ എനിമി. സുജിത് വിശ്വനാഥ് ക്ലാസ്സിൽ താമസിച്ചാണ് കയറിയത്, ഫൈൻ അടയ്ക്കണം. സുജിത്ത് ഫൈൻ അടച്ചിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി. You missed a lot. You just go back and listen again. ഇവിടെ ശ്രദ്ധിക്കാം, ഞാൻ പറഞ്ഞല്ലോ ഇരുളിൻ്റെ അധികാരം എന്ന് പറയുന്നത് സാത്താന്യ സാമ്രാജ്യമാണ്. സാത്താന്യ സാമ്രാജ്യം എന്ന് പറയുന്നത് അജ്ഞതയുടെ സാമ്രാജ്യം എന്ന് പറഞ്ഞു. ഇതെങ്ങനെ രൂപപ്പെട്ടെന്ന് ഞാൻ പറയാൻ പോവാം. ഇത് ഞാൻ ആദ്യമായിട്ട് അറ്റംപ്റ്റ് ചെയ്യുക കേട്ടോ, ആദ്യത്തെ അറ്റംപ്റ്റാണ്. അത് സ്ത്രീയോട് തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിൻ്റെ ഫലം നിങ്ങൾ തിന്നരുത് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ? എന്താ അതിൻ്റെ അർത്ഥം? നമ്മൾ അവിടെ നിൽക്കണം. ഈ ചോദ്യം എന്തിൻ്റെ മേലുള്ള ചോദ്യമാണ്? ആദാമിന് ദൈവം കൊടുത്ത ആദ്യത്തെ ഇൻഫർമേഷൻ, ദ ഫസ്റ്റ് ഇൻഫർമേഷൻ ഫ്രം ദ ഹെവൻലി ഡാഡി, ഡു നോട്ട് ഈറ്റ് ദ ട്രീ. സോ സൈറ്റാൻ അല്ലെങ്കിൽ സെർപ്പന്റ് ഈസ് അറ്റാക്കിംഗ്, ഫസ്റ്റ് ഈ അറ്റാക്കിംഗ് ദ ഇൻഫർമേഷൻ ഫ്രം ഗോഡ്. നിങ്ങളൊരു പക്ഷേ ഈ നിലയിൽ ഇത് ചിന്തിച്ച് കാണത്തില്ല. ഇൻഫർമേഷൻ ഫ്രം ദൈവം കൈമാറിയ ഒരു ഇൻഫോർമേഷന്റെ നേരെയാണ് ആദ്യമായി സർപ്പൻ ബൈറ്റ്. നോക്കി, ഇതിനകത്ത് നമ്മൾ എങ്ങനെ ഇത് ഇരുളിലേക്ക് പോയെന്ന, ഈ അറിവ് ഇരുളിലേക്ക് എങ്ങനെ പോയെന്ന, അറിവുകേടിലേക്ക് പോയതിന്റെ കാരണം എന്താ? ആദ്യം അറ്റാക്ക് ചെയ്യുന്നത് എന്തിനെയാണ്? അറിവിനെയാണ് അറ്റാക്ക് ചെയ്തത്. അറിവിനെ. അപ്പൊ സെർപ്പന്റ് വാസ് ബൈറ്റിംഗ്. ആദ്യം അവന്റെ പത്തി, ഞാൻ അങ്ങനെ അലങ്കാരിക ഭാഷ പറയുക കേട്ടോ, ആദ്യമായിട്ട് അവന്റെ വിഷം, ആദ്യമായിട്ട് അവന്റെ പോയിസൺ, അവൻ പോയിസണൈസ് ചെയ്തത് ടു ദ ഫസ്റ്റ് ജെന്യൂൻ ഇന്നസെന്റ് ലവിങ് ഇൻഫോർമേഷൻ ഓഫ് ദ ഡാഡി ഗോഡ്. ആൻഡ് ഐ എം ടോക്കിംഗ് ദ വിസ്ഡം. This is a very powerful stuff. വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ? നോക്കി, അവൻ എവിടെയൊക്കെ അറ്റാക്ക് ചെയ്യുന്നത്. യു പ്ലീസ് കം ആൻഡ് ഈറ്റ് ദ ട്രീ, ഈറ്റ് ദ ഫുഡ് എന്നല്ല പറഞ്ഞത്. ഹി വാസ് അറ്റാക്കിംഗ് ദ ഇൻഫോർമേഷൻ. ഇന്നും പിശാചിന് ഇഷ്ടമില്ലാത്തത് അറിവിനെ കുറിച്ചാണ്. അറിവാണ്. അറിവ് ഉള്ളിടത്ത് ഏതെങ്കിലും ഒരു വ്യക്തി കാര്യങ്ങൾ സംസാരിക്കുന്നെങ്കിൽ ചെകുത്താൻ അവനെ ഇഷ്ടമല്ലെങ്കിൽ സാത്താന്യ സാമ്രാജ്യത്തിന് ആ ആളൊരു ഭയങ്കര ഭീഷണിയാണ്. കാരണം ഇരുളിനെ മാറ്റാൻ ഏക വഴി വെളിച്ചമാണ്. വെളിച്ചമെന്ന് പറഞ്ഞാൽ അറിവാണ്. ദൈവപുത്രനായ യേശു മുഖാന്തരം ലഭ്യമായ പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠതയാണ് ഇരുളിനെ മാറ്റാനുള്ള ഏക വഴി. അപ്പം ഇരുളിൻ്റെ സാമ്രാജ്യത്തെ തകർക്കാൻ ഉപവാസ പ്രാർത്ഥനയല്ല നടത്തേണ്ടത്, ശാസിക്കുകയല്ല ചെയ്യേണ്ടത്. ഇരുളിൻ്റെ സാമ്രാജ്യത്തെ തകർക്കാൻ സിറ്റിസൺസ് നോളജബിളായാൽ മതി. അപ്പൊ നീ എത്രത്തോളം അറിവ് പ്രാപിക്കുമോ അത്രത്തോളം നിന്റെ ഇരുട്ട് പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾക്ക് കിട്ടുന്ന സമയങ്ങൾ നിങ്ങൾ ധാരാളം വായിക്കണം. നിങ്ങൾ ചിക്കൻ വാങ്ങിക്കാനൊക്കെ വാങ്ങിക്കുന്ന പൈസ പകുതി എടുത്തിട്ട് നല്ല പുസ്തകം വായിക്കണം. ചിക്കൻ ഒരു ദിവസം കൊണ്ട് തീരും. പുസ്തകങ്ങൾ വായിക്കണം. ഞാൻ എൻ്റെ യാത്രയിൽ ഓർക്കുന്നുണ്ട്, എനിക്ക് കിട്ടുന്ന തുച്ഛമായ ആ വരുമാനം, വലിയ വലിയ വരുമാനമൊന്നും എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല, തുച്ഛമായത്, അതിൻ്റെ നല്ലൊരു ഞാൻ പുസ്തകങ്ങൾ വാങ്ങാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. എൻ്റെ ലൈബ്രറി ഇവിടെ ഉണ്ട്, ഇഷ്ടംപോലെ പുസ്തകങ്ങൾ, കിട്ടുന്ന ഒക്കെ വാങ്ങിച്ചു, വലിയ വലിയ വിലയുള്ള പുസ്തകങ്ങൾ. രൂപ വിലയാണ് ഒരു പുസ്തകം. പ്രത്യേകിച്ച് ഇന്നിപ്പം അവൈലബിൾ ആണ് എല്ലാം കേട്ടോ, പക്ഷെ പണ്ട് അവൈലബിൾ അല്ലായിരുന്നു. ഒരു പുസ്തകമൊക്കെ വാങ്ങിക്കാൻ ഞാൻ 5000 രൂപ വരെ മുടക്കിയിട്ടുണ്ട്. വെറും 200 പേജുള്ള പുസ്തകം. 200 പേജുള്ള പുസ്തകം അമേരിക്കയിൽ നിന്ന് ഇവിടെ വരണമെങ്കിൽ ഒരു 80 അവൻ്റെ ഷിപ്പിംഗ് അതുപോലെ വാങ്ങിച്ചിട്ടുണ്ട്. അന്ന് ഒത്തിരി പൈസ ഒന്നുമല്ല കാലം. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, വായിക്കുക.
നിങ്ങൾ എത്രത്തോളം അറിവുകൾ നിറയുമോ അത്രത്തോളം നിങ്ങൾ പ്രകാശമാകും. നിങ്ങൾ ലൈറ്റ് ഓഫ് ദ വേൾഡ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? എന്തായാലും അത് പറഞ്ഞിട്ട് പോകാം. എന്താ ഈ ലൈറ്റ് ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞ്? ലൈറ്റ് എന്ന് പറഞ്ഞാൽ നോളജ് എന്നാ. നോളജ് പറഞ്ഞാൽ നോളജ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനത്തിൻ്റെ അറിവാണ് എൻ്റെ വെളിച്ചം. ദൈവവചനത്തിൻ്റെ അറിവ് എത്രത്തോളം നിനക്ക് ഉണ്ടോ അത്രത്തോളം നിനക്ക് പ്രകാശം ഉണ്ടാവും. അല്ലാതെ ഞാൻ ലോകത്തിന് വെളിച്ചമാണ്, ഞാൻ ലോകത്തിന് വെളിച്ചം, അറിവ് കേട്ടിരിക്കുക. അറിവിൻ്റെ പൂർണ്ണതയാണ് ഈ വെളിച്ചം എന്ന് പറയുന്നത്. ബൈബിൾ വായിക്കണം, ബൈബിൾ സംബന്ധമായ പുസ്തകങ്ങൾ വായിക്കണം, നല്ല എവിടെ കണ്ടാലും അറ്റൻഡ് ചെയ്യണം, നല്ല മെസ്സേജുകൾ കേട്ടാൽ ലിസൺ ചെയ്യണം, നല്ല ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യണം. നിങ്ങളുടെ സകല ധനം കൊണ്ടും നിങ്ങൾ ജ്ഞാനം സമ്പാദിക്കണം. നിങ്ങളൊരു ഷർട്ട് വാങ്ങിക്കുന്നതിന് പകരം പോയി ഒരു പുസ്തകം വാങ്ങിക്കണം. ഗെയിൻ നോളജ് വിത്തൗട്ട് ചിക്കൻ. 1000 രൂപയ്ക്ക് ചിക്കൻ വാങ്ങിക്കുന്നതിന് ഒരു 600 രൂപയ്ക്ക് ചിക്കൻ വാങ്ങിച്ചിട്ട് 200-400 രൂപയ്ക്ക് ഒരു പുസ്തകം വാങ്ങിക്കണം. ചിക്കൻ ഒരു ദിവസം കൊണ്ട് തീരും, പുസ്തകം തലമുറയായിട്ട് നിൽക്കും. ഞാൻ പറഞ്ഞ സത്യം, നോളജ് നിങ്ങൾ ഉണ്ടാക്കണം. നിങ്ങൾ അറിവ് സമ്പാദിക്കും. പിശാചിൻ്റെ ഏറ്റവും വലിയ അറ്റാക്ക് അതുകൊണ്ടാണ്. ഇപ്പം നമ്മളിത് പറയാൻ തുടങ്ങി പറയും, ആത്മാവാണ് വേണ്ടത്, അറിവല്ല വേണ്ടത്, അറിവ് ചേർക്കുന്നു. അങ്ങനെ കുറേ വിഡ്ഢികളെ കൊണ്ട് നമ്മുടെ ആത്മലോകം നിറഞ്ഞു, വിഡ്ഢികളെ കൊണ്ട്. അതുകൊണ്ടാണ് നമുക്കൊരു പ്രാസംഗികൻ്റെ പ്രസംഗം കേൾക്കാൻ പറ്റുമോ? എന്തെങ്കിലും സ്റ്റഫ് അതിനകത്തുണ്ടോ? എന്തെങ്കിലും ഒരു പുതിയത് കിട്ടുമോ? ഇല്ല, പുതിയത് കിട്ടുന്നില്ല. അരച്ച മാവ് വീണ്ടും അരച്ചോണ്ടിരിക്കുക. അരച്ച മാവിൻ്റെ തന്നെ അരച്ചോണ്ടിരുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ? പുത്തൻ ആശയങ്ങൾ, നമ്മുടെ പുതിയ അറിവുകൾ നമുക്ക് വന്നുകൊണ്ടേയിരിക്കണം. പുതിയ അറിവുകളാണ് നമ്മളെ വെളിച്ചമുള്ളവരാണ്. നമ്മുടെ ഈ ഒരു അറിവുള്ള ഒരാൾ നമ്മുടെ സഭയിൽ എഴുന്നേക്കണം. അങ്ങനെ ആ ആൾ വെളിച്ചമാവും. അപ്പം നമ്മുടെ ചേർച്ചിനകത്തുള്ള മുഴുവൻ സിറ്റിസൺസും അറിവുള്ളവരാകണം. അവർക്ക് ഇൻ്റലക്ച്വൽ ആകണം. ആ ഇൻ്റലക്ച്വലും ആ അറിവാണ് വെളിച്ചം എന്ന് പറയുന്നത്. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ ലോകത്തിൻ്റെ അറിവാണെന്ന്. നിങ്ങളിൽ എത്രത്തോളം തിരുവെഴുത്തുകളും ദൈവത്തിൻ്റെ പ്രിൻസിപ്പിൾസും ഉണ്ടോ അത്രത്തോളം നിങ്ങൾ ബ്രൈറ്റാണ്. Nowadays I am not only focusing on church. ഞാൻ ചർച്ചിനെ മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നത്. I am focusing on companies. ഞാൻ പ്രാർത്ഥിക്കുകയാണ്. I want to talk to the secular world. സെക്കുലർ വേൾഡോട് എനിക്ക് സംസാരിക്കണം. എനിക്ക് സഭയിൽ മാത്രം പ്രസംഗിക്കണമെന്ന് ഇപ്പോൾ താല്പര്യമല്ല. I want to talk to the കമ്പനി ആളുകൾക്ക് ലീഡർഷിപ്പ് നമ്മൾ പഠിപ്പിക്കണം. നമുക്ക് അവർക്ക് നോളജ് നമ്മൾ പറഞ്ഞു കൊടുക്കണം. പർപ്പസ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ഐ എം പ്രിപ്പയറിംഗ് മൈസെൽഫ് ഫോർ ദാറ്റ്. കളിപ്പിക്കുന്ന ഒരുപാട് ബിസിനസ് ഉണ്ട്. അതിനല്ല, ജെന്യൂനായിട്ട് അതിനുവേണ്ടി നമ്മൾ പ്രിപ്പയർ ആണ്. ഫസ്റ്റ് അറ്റാക്ക് എന്താ? സർപ്പൻ്റെ ആദ്യ അറ്റാക്ക് എന്താണ്? ക്വസ്റ്റ്യൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ. What is the first strategy of a Satan?